കച്ചയണിഞ്ഞും കാണുന്നേശുവേ ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ബഹ്റിൻ സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ ആഭിമുഖ്യത്തിൽ ഈ വലിയ നോമ്പിനോട് ആസ്പദമാക്കി നോമ്പുകാല ജീവിതം അർത്ഥപൂർണമാക്കുവാനും അനുതാപപൂർവമായി ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കുംഭസാരത്തിന്റെ ശുശ്രൂഷയെ കുറെ കൂടി അർത്ഥപൂർണമാക്കി മാറ്റാനും ഈ സന്ധിയിലെ ദൈവവചനത്തിൽ പ്രത്യേകമായി നാം അഭയപ്പെടുകയും ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ നമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മാനസാന്തരത്തിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ആഴമേറിയ അനുതാപം ഞങ്ങളുടെ ഹൃദയങ്ങളെ സൃഷ്ടിക്കപ്പെടേണ്ടതിനും ഈ ലോകത്തിന്റെ പാപമാലിന്യങ്ങളിൽ അകപ്പെട്ടുപോയി ഞങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ ലോകമാലിന്യങ്ങളെ പുരണ്ടുപോയി നിന്റെ വിശുദ്ധിയിൽ നിന്ന് അകന്നവരായ ഞങ്ങൾക്ക് ഈ നോമ്പ് കാലത്തൊരിക്കൽ കൂടി തിരുസന്നിധിയിലേക്ക് മടങ്ങി വരുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ സമ്പൂർണമായി തിരുസന്നിധിയിൽ സമർപ്പിക്കുവാനും ഞങ്ങളുടെ യൗവനങ്ങളെ അർത്ഥപൂർണമാക്കി മാറ്റുവാനും ഞങ്ങളുടെ യൗവനത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തെ സ്വീകരിപ്പാനും ഞങ്ങളുടെ ശിഷ്ടകാലം ആത്മാവിന്റെ ബലത്തിൽ നിർവഹിപ്പാനും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ഈ സന്ധിയിലെ ഞങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തി അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകമെങ്ങുമുള്ള ഈ വചനങ്ങളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവഭക്തിയിലും ആത്മീയ വെളിച്ചത്തിലും അവർ ദൈവസന്നിധിയിൽ നയിക്കപ്പെടുവാൻ തക്കവണ്ണം അവരുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയിലെ എല്ലാ യുവജന പ്രസ്ഥാന പ്രവർത്തകരെയും അതിന്റെ പ്രവർത്തനങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുകയും ദൈവികമായ കൃപയും അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കുന്നതിനും അത് മുഖാന്തരം ലോകത്തിൽ നിന്റെ ദൈവരാജ്യത്തെ സ്ഥാപിക്കുവാനും പരിശുദ്ധ സഭയുടെ കൊമ്പിനെ ഉയർത്തുവാനും ഞങ്ങൾക്ക് അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങളെല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നോമ്പുകാലത്ത് നമ്മുടെ കുംഭസാരം ആഴത്തിലൊരു പരിശോധനയ്ക്ക് വിധേയമാവാനും അത് ദൈവസന്നിധിയിൽ നിന്ന് പാപമോചനത്തിന് കാരണമായി നാം അനുഗ്രഹിക്കപ്പെടുവാനും നമ്മുടെ വിശുദ്ധ ജീവിതം ഒരിക്കൽ കൂടി തെളിച്ചമുള്ളതായി തീരുവാനും നാം ഈ സന്ധിയെ പ്രത്യേകമായി വേർതിരിക്കുകയാണല്ലോ. ലോകത്തിന്റെ ഏത് കാലയളവിൽ നോക്കിയാലും ഏതൊരു സമൂഹവും ഭയപ്പെടാറുള്ളത് യൗവനത്തിന്റെ കരുത്തിനെയാണ്. ഒരിക്കലൊരു സഞ്ചാരി ഒരു നഗരത്തിലെത്തി.
അയാളുടെ മുഖത്ത് അവാച്യമായൊരു പ്രകാശമുണ്ടായിരുന്നു. ആളുകൾ ആ പ്രകാശം കണ്ട് അയാൾക്ക് ചുറ്റും ഓടിയെത്തി. കുറെ കഴിയുമ്പോൾ അയാളുടെ പാണ്ടക്കെട്ടിൽ നിന്ന് ഒരു സുന്ദരമായ ശില്പം വെളിയിലേക്കെടുത്തു. അതിന്റെ ഇടത്ത് കൈയിൽ ഒരു പാമ്പായിരുന്നു, വലത്ത് കൈയിൽ ഒരു പ്രാവും. വലത്ത് കൈയിലിരുന്ന പ്രാവിന്റെ നിഷ്കളങ്കത കൊണ്ട് ആ പ്രതിമയുടെ വലത്ത് ഭാഗം മുഴുവൻ ഏറെ നിഷ്കളങ്കവും ആകർഷകവുമായി തോന്നി. ഇടത്ത് കൈയിലിരുന്ന പാമ്പിന്റെ വിവേകം കൊണ്ട് ആ പ്രതിമയുടെ ഇടതുഭാഗം വല്ലാതെ പ്രക്ഷോഭിച്ചിരുന്നു. ആളുകൾ അടുത്തു വരുമ്പോൾ അയാളോട് പറഞ്ഞു, എന്റെ കൈവശമിരിക്കുന്ന ഈ പ്രതിമയുടെ പേര് നിയോഗമെന്നാണ്. പാമ്പിന്റെ ബുദ്ധിയും പാമ്പിന്റെ വിവേകവും പ്രാവിന്റെ നിഷ്കളങ്കതയുമുള്ള ഒരാളാണ് ജീവിതത്തിൽ തന്റെ നിയോഗം ഏറ്റെടുക്കുവാൻ ഏറ്റവും പ്രാപ്തനായ മനുഷ്യൻ. നമ്മുടെ കാലത്തിന്റെ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന് ഈ വിവേകവും ഈ നിഷ്കളങ്കതയും നമ്മുടെ ജീവിതയാത്രയുടെ കോലാഹലങ്ങൾക്കിടയിൽ നഷ്ടമാകുന്നു എന്നാണ്. ഒരു യൗവനം എപ്പോഴാണ് അർത്ഥപൂർണമായി മാറുന്നത്? അത് വിവേകത്തോടുകൂടി തന്റെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ്. എപ്പോഴാണ് ഒരു യൗവനം ഫലദായകമായി മാറുന്നത്? അത് തന്റെ ജീവിതത്തെ നിഷ്കളങ്കമായി ദൈവസന്നിധിയിലും ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോഴാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. നമ്മുടെ യൗവനകാലം ഏറെ ദൈവസന്നിധിയെ സമർപ്പിക്കുമ്പോൾ ഈ രണ്ട് ഭാവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ യാത്രയിൽ നമ്മോടൊപ്പം കൂട്ടേണ്ടതാണ്. കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതീകം യൗവനക്കാരായ തന്റെ ശിഷ്യന്മാർ ലോകത്തെ കീഴ്മേൽ മറിക്കുവാനായി ലോകത്തിന്റെ നാലതിരുകളിലേക്ക് പുറപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് യൗവനക്കാരായ തന്റെ ശിഷ്യന്മാർക്ക് ഏകദേശം 33 വയസ്സുള്ള ക്രിസ്തു ഇപ്രകാരം ഒരു സന്ദേശം നൽകുന്നത്? ആഴത്തിൽ ചിന്തിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ ഏറെ കണ്ടെത്തേണ്ടതുമായ ഒത്തിരിയേറെ ആത്മീക രഹസ്യങ്ങൾ ആ വേദഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. പ്രാവ് കൂടുവെക്കുക ആകാശങ്ങളിലാണ്. ഇപ്പോഴും ആകാശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ജീവി. എപ്പോഴും അതിന്റെ നോട്ടവും അതിന്റെ ജീവിത ഭ്രമണവും ആകാശത്തിലാണ്, വൃക്ഷങ്ങൾക്ക് മുകളിലാണ്. വളരെ വേഗം അത് ചിറകടിച്ച് ആകാശങ്ങളിലേക്ക് ഉയരും. വാസ്തവത്തിൽ യൗവനകാലം ഇതാണ്. മനസ്സും ശരീരവും ഒരുപോലെ ഒരുപക്ഷെ ജീവിതത്തിൽ സമ്യക്കായി സമ്മേളിപ്പിച്ച് മനസ്സിനോടും ശരീരത്തോടുമൊപ്പം ജീവിതം അതിന്റെ ഏതറ്റം വരെയും പറന്നുയരുവാനുള്ള ഒരു വല്ലാത്ത ശക്തിയും ബലവും നമ്മുടെ യൗവനകാലത്ത് നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷെ ഇതിന് നേരെ വിപരീതമാണ് പാമ്പ്. ഇത് ഭൂമിയിൽ ഇഴയുന്ന ജീവിയാണ്, വളരെ സാവകാശം ഇഴയുന്ന ഒരു ജീവി. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുമ്പോഴാണ് യൗവനം അർത്ഥപൂർണമായി മാറുക. ഒരേ സമയം ആകാശത്തെ സ്വപ്നം കാണുവാനും അതേസമയം ക്ഷമയോടെ ഭൂമിയിൽ ഇഴയാനും കഴിയുമ്പോഴാണ് ഒരു യൗവനത്തെ ഫലദായകമായി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുന്നത്. ഇതാണ് പാമ്പിന്റെ വിവേകം. ഒരിക്കലും നമുക്ക് ക്ഷമയില്ലാതെ, ജീവിതത്തിൽ കാത്തിരിപ്പില്ലാതെ ഏതൊരു കർമ്മത്തിലും വിജയിക്കാൻ സാധ്യമാവില്ല. അതുകൊണ്ടാണ് വിജയിക്കുന്നവരുടെ വിജയമന്ത്രമായി ഒരുപക്ഷെ ലോകത്തിൽ കർത്താവിന്റെ ഈ വാക്കുകളെ തന്നെ ലോകത്തിലെ വലിയ സംവിധാനങ്ങളിൽ യുവതലമുറകളെ, പ്രത്യേകിച്ച് ജീവിതത്തിന്റെ കർമ്മ മേഖലകളെ വെട്ടിത്തുറക്കുന്നവരോട് പറയുന്ന ഏറ്റവും സുപ്രധാനമായ ദൈവവചനമായി ഒരുപക്ഷെ ലോകത്തിന്റെ പല മേഖലകളിലും ഈ വേദഭാഗം ചിന്തിക്കാനിടയാവുന്നത്. ആകാശത്തിലേക്ക് പറക്കാനാവുന്ന കുതിപ്പ്,
ആകാശത്തിലേക്ക് പറക്കാനാവുന്ന ഒരാത്മീയവും ശാരീരികവും കർമ്മപരവുമായ ഒരു കരുത്തിനെ സമ്പാദിച്ചുകൊണ്ട് ആകാശങ്ങളിലേക്ക് ഉയരത്തിൽ പറക്കാനുള്ള വാഞ്ച. അതേസമയം അത്രയും മോഹം തന്റെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോഴും അത്രയുമേറെ തനിക്ക് എത്തപ്പെടാനുള്ള ഉയരങ്ങൾ താണ്ടാനുള്ള ബലം തന്റെ ജീവിതത്തിലുള്ളപ്പോഴും ഈ മണ്ണിനോട് ബന്ധപ്പെട്ട് ഇഴഞ്ഞ് സാവകാശം ഈ ജീവിതത്തെ ക്രമീകരിക്കാനാവുക. ബഖറിൻ യുവജന പ്രസ്ഥാനത്തിൽ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നൈർമല്യം പ്രാപിക്കുവാനായി, ആദ്യ നൈർമല്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാനായി, ദൈവത്തിന്റെ വിശുദ്ധിയെ സമ്പാദിക്കാനായി, ജീവിതം അർത്ഥപൂർണമാക്കി തീർക്കുവാനായി കടന്നു വന്നിരിക്കുന്ന ദൈവാത്മാവിൽ ദൈവവചനം ഓർമ്മിപ്പിക്കുന്ന വളരെ ശക്തമായ വാക്കിതാണ്. നിങ്ങൾ ഒരേ സമയം തന്നെ പാമ്പിന്റെ വിവേകമുള്ളവരും പ്രാവിന്റെ നിഷ്കളങ്കരുമായി മാറാൻ. പാമ്പിന് ഒത്തിരിയേറെ പ്രത്യേകതയുള്ള നമുക്കറിയാം. എവിടെ അടികൊണ്ടാലും പാമ്പ് ചാവില്ല, തലയിലൊഴിച്ച്. തലയിലടി കണ്ടാൽ മാത്രമേ നമുക്കൊരു പാമ്പിനെ കൊല്ലാനാവുകയുള്ളൂ. ബാക്കി അതിന്റെ ശരീരം മുഴുവൻ എവിടെ ചതച്ചാലും അതിനുള്ള ജീവൻ നിലനിൽക്കും. അതിന്റെ ജീവൻ ശിരസിലാണ്. മതപീഡനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യേശുതമ്പുരാൻ തന്റെ ശിഷ്യന്മാർ അഭിമുഖീകരിക്കാൻ പോകുന്ന ചില പ്രതിസന്ധികളുടെ മധ്യത്തിലാണ് ഈ വചനവുമായി അവരെ യാത്രയാക്കുന്നത്. നിങ്ങൾ എവിടെയൊക്കെ വേണേലും ചതയ്ക്കപ്പെടാം. നിങ്ങളുടെ സമ്പത്ത് ഒരുപക്ഷെ ചതഞ്ഞ് നഷ്ടമാവാം, നിങ്ങളുടെ അധികാരം ഒരുപക്ഷെ നഷ്ടമാവാം, നിങ്ങളുടെ ശാരീരിക ബലം ഒരുപക്ഷെ നഷ്ടമാവാം, നിങ്ങളുടെ മാനസികമായ കരുത്തൊരുപക്ഷെ നഷ്ടമാവാം. പക്ഷെ നിങ്ങളുടെ വിശ്വാസം ശിരസാണ്, അതിലടിയേൽക്കാതിരിക്കുക. വിശ്വാസത്തിൽ അടിയേൽക്കുമ്പോഴാണ് ഒരാൾ വീണുപോവുക. വിശ്വാസം ബലഹീനമാകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതം പരാജയത്തിലേക്ക് പോവുക. അതുകൊണ്ട് പാമ്പ് നൽകുന്ന വിവേകം അതിനെ എപ്പോഴടിച്ചാലും അത് അതിന്റെ തല ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ജീവിയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ പ്രകടമാക്കാൻ അതിരുന്നാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ വലിയ നാശവും നഷ്ടവും, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ വലിയ തളർച്ചയും നിരാശയും ഇല്ലാതെ ഈ ജീവിതത്തെ അർത്ഥപൂർണമാക്കാൻ കഴിയുമെന്നാണ് പാമ്പ് നൽകുന്ന വിവേകങ്ങളിലൊന്ന്. മറ്റൊന്ന്, ലോകത്തിൽ ഏറ്റവും അധികം ജാഗ്രതയുള്ള ജീവിയാണ് പാമ്പ്. ഏറ്റവും അധികം ജാഗ്രത. എവിടെങ്കിലും ഒരു ചലനം കേട്ടാൽ, എവിടെങ്കിലും ഒരു അപകട സൂചന കേട്ടാൽ അത് വേഗത്തിൽ ഉൾവലിയും. ഇവിടെ യുവജനങ്ങൾ പ്രത്യേകമായി അത് ചിന്തിക്കേണ്ടതാണ്. എവിടെ വന്നാലും അവിടെ അടിക്കുന്നെങ്കിൽ അടിക്കടാന്ന് പറഞ്ഞ് നിന്ന് വെറുതെ അടിവാങ്ങൽ മാത്രമല്ല ജീവിതത്തിന്റെ വിജയം. ഒരു പിൻവാങ്ങൽ ജീവിതത്തിൽ ആവശ്യമാണ്. ജീവിതത്തിന്റെ ഏത് മണ്ഡലങ്ങളിലും മനുഷ്യൻ സ്വയം തന്റെ ജീവിതത്തിലേക്ക് പിൻവാങ്ങാനുള്ള തയ്യാറെടുപ്പുണ്ടാവണം. പാമ്പത് കാട്ടിത്തരുന്നുണ്ട്. അതൊരു അപകട സൂചനയുണ്ടായാൽ, ഒരു ശത്രുവിന്റെ കാൽപെരുമാറ്റം കേട്ടാൽ, അപകടമെന്ന് തോന്നിയാൽ അത് അതിന്റെ മാളത്തിലേക്ക് ഉൾവലിയും. ജീവിതം ചിലപ്പോഴെങ്കിലും ഉൾവലിയുന്നത് പരാജയമല്ല, വിജയമാണ്. നമുക്കത് സാധ്യമാവേണ്ടതാണ്. ഇത്തരം ചില വിവേകങ്ങളിലേക്കാണ് ഒരുപക്ഷെ യേശുതമ്പുരാൻ ഈ വചനത്തിലൂടെ നമ്മെ എത്തിക്കാനായി ശ്രമിക്കുന്നത്. നിഷ്കളങ്കത പ്രധാനപ്പെട്ടതാണ്. ഇവിടാണ് യുവത്വത്തിന്റെ അർത്ഥം പൂർണ്ണമാവുന്നത്. ശൈശവത്തിന്റെ, ബാല്യത്തിന്റെ കോമാളിത്തരങ്ങൾക്കും വാർദ്ധക്യത്തിന്റെ നിരാശകൾക്കുമിടയിലെ അർത്ഥപൂർണമായ ഒരു കാലഘട്ടമാണ് മനുഷ്യന്റെ യൗവനം. ലോകത്തിലെ ഏറ്റവും കർമ്മചൈതന്യത്തോടെ, ആർജവത്വത്തോടെ, ആത്മിക ബലത്തോടെ നിലനിന്നയാൾ തന്റെ ജീവിതത്തിൽ ക്രിസ്തു എന്ന യൗവനക്കാരൻ തന്നെയാണ്. 3 വർഷത്തെ പരസ്യ ശുശ്രൂഷ കൊണ്ട് ഒരു മനുഷ്യന്റെ യൗവനത്തെ ഈ ലോകത്തിൽ എത്രമാത്രം അർത്ഥപൂർണമാക്കാമെന്ന് പറഞ്ഞു തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മതാചാര്യൻ, ഒരുപക്ഷെ നമ്മുടെ ദൈവം തന്നെയാണ് ചരിത്രത്തിൽ യൗവനത്തെ ഏറ്റവും കരുത്തുറ്റതാക്കി നമുക്ക് കാണാൻ കഴിയുന്നയാൾ. യൗവനം കരുത്തുറ്റതാക്കി മാറ്റാൻ, യൗവനം ദർശനമുള്ളതാക്കി മാറ്റാൻ, യൗവനം ജീവിതത്തിന്റെ സ്വപ്നങ്ങളുള്ളതാക്കി മാറ്റാൻ ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും അധികം പ്രേരിപ്പിക്കുന്നതും ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ വാക്കുകളാണ്. യോവേൽ പ്രവാചകൻ അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളുടെ യുവാക്കന്മാർ ദർശനങ്ങൾ കാണുന്ന, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുന്ന പുതിയ ഒരു ലോകത്തിലേക്കുള്ള പ്രവേശനം. ഞാൻ ആ വാക്കിൽ നിന്ന് നിഷ്കളങ്കത എന്നൊരു വാക്കിനെ ഇനി എടുക്കുകയാണ്. നിഷ്കളങ്കത എന്താണ്? നൈർമല്യമെന്നോ പാപമില്ലാത്ത അവസ്ഥയെന്നോ ജീവിതത്തിന്റെ വിശുദ്ധിയെന്നോ
ഒക്കെ നാം പറയാവുന്ന ഒരു ജീവിതത്തിന്റെ ഭാവമാണ് നിഷ്കളങ്കത. കളങ്കമില്ലാതെ ജീവിക്കാനാവുക, കളങ്കമില്ലാത്ത സാക്ഷികളായി മാറാനാവുക, കളങ്കമില്ലാത്ത ജീവിതത്തിൽ മുമ്പോട്ട് പോകാനാവുക, അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം മുറുകെ പിടിക്കേണ്ട മൂല്യങ്ങളിൽ ഒന്നാണ്. ഒരു മനുഷ്യൻ നിത്യതയുടെ ഉറവിടം തേടി പുറപ്പെടുകയാണ്. ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് രണ്ട് വഴികൾ തുടങ്ങുകയാണ്. ആദ്യത്തെ വഴി വിശാലമായ വഴിയാണ്. പുഷ്പവൃക്ഷങ്ങളാൽ അലങ്കൃതമായ, പുഷ്പവൃഷ്ടിയുള്ള മഹത്തായ വിശാലമായ ഒരു പാത. ആടിപ്പാടുന്ന യാത്രക്കാരെ കൊണ്ട് ആ പാത വല്ലാതെ തിരക്ക് പിടിച്ചതാണ്. മറ്റൊരു വഴിയുണ്ട്, ഒരു ഊടുവഴി. കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണ്. ആ ചെറുപ്പക്കാരൻ നിത്യതയുടെ ഉറവിടം തേടി അവിടെ എത്തുമ്പോൾ ഇയാൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. ഒരു ജ്ഞാനവൃദ്ധൻ തന്റെ കയ്യിൽ ഒരു വിളക്കുമായി ആ ചെറുപ്പക്കാരന്റെ അരികിൽ വരികയാണ്. ഇയാൾ വൃദ്ധനോട് പറഞ്ഞു, ഞാൻ നിത്യതയുടെ ഉറവിടം തേടി യാത്ര ചെയ്യുകയാണ്. രണ്ട് വഴികൾ തിരിയുന്നു. എതിരെയാണ് യാത്ര ചെയ്യേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല. ഞാൻ ഏത് വഴി തിരഞ്ഞെടുക്കണം? ചോദിച്ച് അയാൾ പറഞ്ഞ വൃദ്ധൻ പറഞ്ഞു, നോക്ക്, വിശാലമായ വഴിയെ കാണൂ. ആളുകൾ ആടിപ്പാടിയും ഉത്സവത്തിമിർപ്പും കൊണ്ട് അവരുടെ ജീവിതം ആഹ്ലാദജനകമാക്കി മാറ്റുന്ന വിശാലമായ വഴി. ഇവിടെ മാത്രമേ തിരക്കും വഴിയാത്രക്കാരും തിരഞ്ഞെടുപ്പുകാരും ഉള്ളൂ. പക്ഷെ ഇത് ചെല്ലുന്നിടത്തെല്ലാം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന സന്തോഷകരമായൊരു വഴിയാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ഈ വഴിയോരത്ത് നിങ്ങൾക്ക് ലഭ്യമാകും. പക്ഷെ അവസാനം ഇതൊരു ഗർത്തത്തിൽ അവസാനിക്കും. അവിടം കൊണ്ട് ഈ വഴി തീരുകയാണ്. എന്നിട്ട് ആ വൃദ്ധൻ ഈ ഊടുവഴി ചൂണ്ടിക്കാട്ടി പറഞ്ഞു, ഇത് കല്ലുമുള്ളും നിറഞ്ഞ വഴിയാണ്. ഈ വഴി വളരെ ദൂരം സഞ്ചരിക്കേണ്ടി വരും. വഴിയിൽ മുഴുവൻ ക്ലേശങ്ങളാണ്. അനവധി ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിന്റെ അവസാനം നിത്യതയുടെ കവാടം തുറക്കപ്പെടുകയാണ്. എന്നിട്ട് ജ്ഞാനവൃദ്ധൻ ആ ചെറുപ്പക്കാരന്റെ ചെവിയിൽ മന്ത്രിച്ചു, മകനെ, ഒരിക്കലും ഈ വഴികൾ കൂട്ടിമുട്ടില്ല. ഇത് രണ്ടും രണ്ടായി എക്കാലവും നിലനിൽക്കും. നമ്മുടെ യൗവനത്തെ തീഷ്ണമായ മോഹങ്ങളോടെ, തീഷ്ണമായ ആസക്തികളോടെ, തീഷ്ണമായ വികാരങ്ങളോടെ നാം ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ നമുക്കൊക്കെ രുചിക്കുക ആ വിശാലമായ പാതയാവും. നിത്യതയാണ് ലക്ഷ്യമെങ്കിൽ, ജീവിതം അർത്ഥപൂർണമാക്കാനാണ് യാത്രയെങ്കിൽ, ആ ഊടുവഴികളിലൂടെ യാത്ര ചെയ്ത് അവസാനം നിത്യതയുടെ കവാടത്തിലേക്ക് നിർമ്മലരായി നമുക്ക് എത്തപ്പെടേണ്ടതുണ്ട്. ജീവിത വഴികൾ മുഴുവൻ മാറ്റത്തിന് വിധേയമാവും. പ്രിയപ്പെട്ടവരെ, ആ വഴികളിലൂടെ സഞ്ചരിക്കാനായി നമ്മുടെ ജീവിതത്തെ തിരഞ്ഞെടുക്കണം. നോക്കൂ, നമ്മൾ ജീവിക്കുന്ന ലോകം എല്ലാം നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. എന്തിനെ പ്രാപിക്കാനും നാം ഒരുക്കമാണെങ്കിൽ അതൊക്കെ നാം തിരഞ്ഞു പോവേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു ലോകമാണ്. വെറുതെ മനസ്സ് വെക്കുക, ജീവിതത്തിലെ എല്ലാ ആമോദങ്ങളും, എല്ലാ ലഹരികളും, എല്ലാ ജീവിതത്തിന്റെ അനുഭൂതികളും നാം തിരഞ്ഞു പോലും പോവേണ്ടതില്ല, നമ്മെ തേടി നമുക്കരികിലേക്ക് വരികയാണ്. അത്തരമൊരു കാലത്ത് ജീവിതം അർത്ഥപൂർണമാക്കണമെങ്കിൽ വിവേകത്തിലൂടെ ജീവിതത്തെ കാണാനും നിഷ്കളങ്കത ജീവിതത്തെ പ്രാപിക്കാനും ആവണം. എവിടെയാണ് ഒരാൾ കളങ്കം വിടുന്നത്? തന്റെ ജീവിതത്തിന്റെ മലിനതകളെ ഒരാൾ കഴുകുന്നത് ദൈവം അയാളുടെ ജീവിതത്തിൽ ഇടപെടുമ്പോഴാണ്. കാലങ്ങൾക്ക് മുമ്പ് വടക്കേ ഇന്ത്യയിലെ ഒരു മുത്തശ്ശി വൃക്ഷത്തെക്കുറിച്ച് വായിച്ചതോർക്കുന്നു. കാലങ്ങളായി പൂക്കാത്ത, കാലങ്ങളായി തളിരിടാത്ത ഒരു മുത്തശ്ശി വൃക്ഷം. ആ ഗ്രാമത്തിലെ ഏറ്റവും പ്രായമുള്ളയാൾ ആ വൃക്ഷമായിരുന്നു. പക്ഷെ കാലങ്ങളായി തളിർക്കുകയും പൂക്കുകയും ഫലമിടുകയും ചെയ്യല്ല. ആളുകളൊക്കെ പ്രതീക്ഷയോടെ ഇതിൽ നോക്കുമായിരുന്നു. പക്ഷേ അതിന് വട്ടം തട്ടിയിട്ടുണ്ടെങ്കിലും അത് എന്നേക്കുമായി ഉണങ്ങി നശിക്കാത്തൊരു വൃക്ഷമായിരുന്നു. ഗ്രാമത്തിന്റെ സ്വപ്നമായിരുന്ന, ഗ്രാമത്തിന്റെ കഥകൾ ഏറ്റവും അറിയുന്ന, ഗ്രാമത്തിന്റെ വൈകാരികമായ അനുഭവങ്ങളെ ആളുകൾക്ക് തൊട്ടുണർത്തിക്കൊടുത്തിരുന്ന മുത്തശ്ശി വൃക്ഷം
ഒരു പ്രഭാതത്തിൽ പെട്ടെന്ന് ആ വൃക്ഷം തളിർത്തു പൂത്തു. പ്രകൃതി ശാസ്ത്രജ്ഞന്മാരെ അമ്പരപ്പിച്ചുകൊണ്ട് ലോകത്തിൽ നടക്കാനാവാത്തൊരു കാര്യം. പിന്നീട് അതേക്കുറിച്ച് പഠനം നടത്തി എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന്. ജൈവമായി തീർന്നിരുന്ന ആ വൃക്ഷത്തിന്റെ മൃതകോശങ്ങളിലേക്ക് അന്ന് രാത്രിയിലുണ്ടായ ഇടിമിന്നലും പ്രവാഹവും മഴയുടെ നനവും അതിന്റെ മൃതകോശങ്ങളെ വേഗത്തിൽ ഉദ്ദീപിപ്പിച്ചു. ഫലമില്ലാത്ത നമ്മുടെ ജീവിതങ്ങളിൽ, തളിരിടാത്ത നമ്മുടെ ജീവിതത്തിൽ, പൂക്കൾ ചൂടാത്ത നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്പർശനം ഇടിമിന്നൽ പോലെ കടന്നുവരും. പ്രിയപ്പെട്ടവരെ, ചില നിമിഷങ്ങളിൽ ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിന്റെ അവസാനത്തെ മൃതപരമായ അവസ്ഥയിലെത്തിയാലും ദൈവം അവന്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അവൻ പുതിയ ജീവിതത്തിലേക്ക് മടങ്ങി വരും. പുതിയ പൂക്കൾക്കും പുതിയ ഫലങ്ങൾക്കും പുതിയ ജീവിതത്തിന്റെ തുടക്കത്തിനും അതൊരു നാന്തിയാവും. ദൈവം സ്പർശിക്കുന്ന ജീവിതങ്ങൾ, ദൈവം ഇടപെടുന്ന ജീവിതങ്ങൾ എല്ലാ പാപത്തിന്റെ കെട്ടുകളെയും പൊട്ടിച്ച് എല്ലാ പാപബന്ധനങ്ങളെയും അറുത്തുമാറ്റി ദൈവസന്നിധിയിൽ എത്താൻ പ്രേരിതമാകും. എംടിയുടെ വാരണാസി എന്ന ഒരു പുസ്തകത്തിൽ ലോകത്തോട് വിളിച്ചു പറയുന്നൊരു കുറിപ്പുണ്ട്. അമ്പലത്തിലൊരു കുമ്പസാരക്കൂട് വെച്ചാൽ എന്താ? ജ്ഞാനവൃദ്ധനായ ഒരാൾ ആ കുമ്പസാരക്കൂടിനരികിലിരുന്നിട്ട് ലോകത്തിലെല്ലാ മനുഷ്യരും വന്ന് അവരുടെ പാപങ്ങൾ ഇറക്കി വെച്ച് ആശ്വാസത്തിന്റെ അനുഭവത്തിൽ ഒന്ന് മടങ്ങിപ്പോയിക്കൂടെ? ഒരു മനുഷ്യന് ഇത്രയും ആശ്വാസം തരുന്ന ഒരു കുദാശ. എല്ലാ കുദാശയിലും നമ്മൾ സംഘമായാണ് ആരാധന നടത്തുക. ഒരു മാമോദീസ നടത്തിയാൽ അവിടെ തലതൊടാൻ ആള് വേണം, മാതാപിതാക്കൾ കുമ്പസാരിക്കണം. ഒരു കുടുംബമായ വിശുദ്ധീകരണ പ്രക്രിയയാണ് അവിടെ നടത്തുക. ഒരു വിവാഹ കുദാശ എടുക്കും, അവിടെയും മണവാളനും മണവാട്ടിയും ഒക്കെ വേണം. കുമ്പസാരം വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ള അഗാധമായ ബന്ധത്തിന്റെ ഏകാന്ത നിമിഷങ്ങളാണ്. നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വെക്കാനും നമ്മുടെ നൊമ്പരങ്ങളെ തുറന്നു പറയാനും ഏറ്റവും ഉചിതമായ ഇടമാണത്. ഒരു കുമ്പസാരപ്പായിൽ നമ്മുടെ പാപങ്ങളെ തുറന്നു പറഞ്ഞ് ഒരു തുള്ളി കണ്ണീർ അവിടെ അർപ്പിച്ചിട്ട് പോയാൽ പരിഹരിക്കപ്പെടാത്ത ഒരു പാപവും നമ്മുടെ ജീവിതത്തിലില്ല. പ്രിയപ്പെട്ടവരെ, നോക്കൂ, ക്രിസ്തു അങ്ങനെയാണ് ജീവിതത്തെ സമീപിച്ചത്. അവൻ ജനക്കൂട്ടത്തിന് 5000 കപ്പം വിളമ്പുമ്പോഴും അവന്റെ സൗഖ്യദാന ശുശ്രൂഷയിലേക്ക് ഒരുപക്ഷെ സംഘമായി ആളുകൾ കടന്നു വരുമ്പോഴും ക്രിസ്തുവിന്റെ ചില നേട്ടങ്ങൾ വ്യക്തിപരമായിരുന്നു. പാപത്തിൽ തകർന്നുപോയ വേശ്യാവൃത്തിക്ക് പിടിക്കപ്പെട്ട പാപിനിയ സ്ത്രീയോട് അവൻ സംസാരിച്ചത് ക്രിസ്തുവോളം മാത്രമുള്ളപ്പോഴാണ്. നിലത്തെഴുതിക്കൊണ്ടേയിരുന്നു ക്രിസ്തു. അവൾക്കൊന്നും പറയാനില്ല, അവളും ഭാരപ്പെടുകയാണ്. ക്രിസ്തുവും ആ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഭാരപ്പെടുകയാണ്. അവസാനം ക്രിസ്തു വ്യക്തിപരമായി അവളുമായി ഒരു സംഭാഷണത്തിലാണ്. മകളെ, അവർ നിനക്ക് ശിക്ഷ വിധിച്ചില്ല, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, നീ പോയിക്കൊള്ളുക, നീ ഇനി പാപം ചെയ്യരുത്. ഒരു വ്യക്തിപരമായ ബന്ധമാണ്. അവൾ അവിടെ ചുമടുകളെ മുഴുവൻ അവിടെ ഇറക്കി വെക്കുകയാണ്. അവൾ ഒരു കുമ്പസാരം നിർവഹിക്കുകയാണ് അവിടെ. ഇനിയും നീ പാപം ചെയ്യരുത്. ദൈവം നമ്മോട് ഒരു കുമ്പസാരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. നോക്കൂ, ലോകം മുഴുവൻ നിന്നെ പിടിച്ചിട്ടുണ്ടാവാം,
ലോകത്തിന്റെ മുമ്പിൽ നിന്റെ പാപങ്ങൾ ഒരുപക്ഷെ ഒരു ലോകത്തിന്റെ ന്യായത്തിന് മുമ്പിൽ, നീതിക്ക് മുമ്പിൽ നീ ഒരു കുറ്റവാളിയായി ഒറ്റപ്പെട്ടവനായി മാറിയേക്കാം. പക്ഷെ ദൈവത്തിന്റെ അരികിലേക്ക് വരൂ. ദൈവം നിന്റെ പാപബന്ധനത്തിന്റെ കെട്ടുകൾ അഴിച്ചുവിട്ട് നിന്നെ സ്വതന്ത്രനാക്കുമെന്ന് മാത്രമല്ല, നിന്നെ ആശ്വസിപ്പിക്കുകയും നിന്റെ പാപത്തിൽ നിനക്ക് സൗഖ്യം നൽകുകയും നിന്നെ അനുഗ്രഹകരമായി മടക്കിയേക്കുകയും ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും പാപം ചെയ്യരുത്. പിന്നെയും നോക്ക്, എത്രയോ തലങ്ങളിൽ ക്രിസ്തുവിന്റെ ആ വ്യക്തിപരമായ ഇടപെടലുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സക്കായുടെ ഭവനത്തിലേക്ക് ക്രിസ്തു എത്തപ്പെടുന്നു. അന്ന് വരെ അവൻ ജീവിതത്തിൽ എങ്ങനെ പണമുണ്ടാക്കാൻ പറ്റും, എങ്ങനെ കബളിപ്പിക്കാൻ പറ്റും, എങ്ങനെ തന്റെ സമ്പത്തിനെ കൂട്ടിവെക്കാൻ പറ്റുമെന്ന് മാത്രം വിചാരിച്ചവനാണ് സക്കായി. യേശു അവന്റെ അരികിലേക്ക് വ്യക്തിപരമായി എത്തപ്പെടുകയാണ്. അവന്റെ അത്താഴം അവനുമായി പങ്കുവെക്കുകയാണ്. മാറ്റപ്പെട്ടു സക്കായി. വലിയ മാറ്റങ്ങൾ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. സക്കായി വലിയ മാറ്റങ്ങൾക്ക് വിധേയനായത് ഒരു പ്രഘോഷണം കണ്ടല്ല. കാരണം അവൻ ക്രിസ്തുവിനെ ആദ്യമായി കണ്ടുമുട്ടുന്നത് ജനത്തിരക്കുള്ള നഗരത്തിൽ വെച്ചാണ്. അവിടെ അവൻ ക്രിസ്തുവിനെ കാണാൻ ഒരു അത്തിവൃക്ഷത്തിന്റെ മുകളിൽ കയറി. അവിടെ വെച്ച് ക്രിസ്തു അവനെ കണ്ട് അവന്റെ അരികിൽ ചെന്ന്, നീ ഇറങ്ങിവാ എന്ന് പറഞ്ഞ്, നിന്റെ കൂടി ഇന്ന് എനിക്ക് അത്താഴം കഴിക്കണമെന്ന് പറഞ്ഞ് അവന്റെ വീട്ടിലെത്തി. അവന്റെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായി ദൈവം അടുത്തു വരുമ്പോൾ അവൻ അവന്റെ ജീവിതത്തിന്റെ അതുവരെയുള്ള മുഴുവൻ കുറവുകളെയും വിട്ട് അവൻ ഒരു നീതിയിലേക്കും വിശുദ്ധിയിലേക്കും നിഷ്കളങ്കതയിലേക്കും മടങ്ങി വരികയാണ് സക്കായി. ദൈവത്തിന്റെ തീവ്രമായ പല ഇടപെടലുകളും നമുക്ക് വേദപുസ്തകത്തിൽ കണ്ടെത്താനാവുന്നത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, സക്കായി ജീവിതത്തിൽ മുഴുവൻ മാറുന്നുണ്ട്. ഞാൻ ആരോടെങ്കിലും അന്യായമായി എന്ത് വാങ്ങിയിട്ടുണ്ടെങ്കിലും എത്രയോ മടങ്ങ് തിരികെ കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ മാനസാന്തരം രാത്രി മുഴുവൻ കരയുന്നത് മാത്രമല്ല, സ്നേഹത്താൽ പ്രചോദിതമായ ചില പ്രവൃത്തികൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നത് കൂടിയാണ് മാനസാന്തരത്തിന്റെ ഫലം. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ ആദ്യകാലങ്ങളിലൊക്കെ വിശുദ്ധ കുമ്പസാരം നടത്തുമ്പോ കുമ്പസാരിപ്പിക്കുന്ന അച്ഛനും കുമ്പസാരിക്കാൻ വരുന്ന ആളും കുറെ നേരം കരയും. രണ്ടുപേരും കരയും. കുറെ നേരം കരഞ്ഞു കഴിഞ്ഞിട്ടാണ് കൂദാശയിലേക്ക് എത്തുക. ഒരുപക്ഷെ കുമ്പസാരിപ്പിക്കുന്നയാൾ തന്റെ ജീവിതത്തിന്റെ കുറവുകൾ ഓർത്ത്, ഒരുപക്ഷെ തന്റെ അരികിലേക്ക് വരുന്ന ഒരാളുടെ പാപത്തെ അഴിച്ചുവിടാൻ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ഒരു കൂദാശയിലേക്ക് ബന്ധപ്പെടുമ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ വാവിട്ട് നിലവിളിച്ചിട്ടാണ് ആ കൂദാശയിലേക്ക് കടന്നിരുന്നത്. അത്രയ്ക്ക് അർത്ഥപൂർണമായിട്ടാണ് അത് നിർവഹിക്കുക. പലപ്പോഴും നമ്മുടെ കുമ്പസാര പിതാക്കന്മാര് കുമ്പസാരം കഴിഞ്ഞിട്ട് പറയും, നിങ്ങൾ ഈ പാപത്തിന് പ്രായശ്ചിത്തമായി ഇത് ചെയ്തേക്കണമെന്ന്. കുമ്പസാരിക്കുന്നവരുടെ എണ്ണം കുറയാൻ സാധ്യതയുള്ളത് കൊണ്ടായിരിക്കും ഇപ്പോഴച്ഛന്മാർ അങ്ങനെ പറയാറില്ല. കാരണം കൂദാശ ചിലപ്പോൾ നിന്നു പോകും, ഇന്നത് ചെയ്തേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മുടെ പിതാക്കന്മാരുടെ ആദ്യകാല ജീവിതത്തിൽ പാപത്തിന് പരിഹാരമായി, പാപത്തിന്റെ പരിഹാരം പ്രാപിക്കുവാനായി അതിന്റെ പ്രായശ്ചിത്തമായ കർമ്മങ്ങളെ നിർവഹിച്ചിരുന്നു. ആ കർമ്മങ്ങൾ സ്വയം നാം നിർവഹിക്കേണ്ടതെങ്കിലുമാണ്. നമ്മുടെ സ്വത്തി പകുതി കൊടുക്കാനോ അതിന്റെ 4 ഇരട്ടി കൊടുക്കാനോ ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിന് അനുയോജ്യമായി, നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടാകുമ്പോൾ അതിനനുയോജ്യമായി നമ്മുടെ ഫലങ്ങളെ രൂപപ്പെടുത്താനായിട്ട് നമുക്കിടയാവണം. ഞാൻ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഉപസംഹരിക്കുകയാണ്. ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ് പാപമോചനം എന്നൊരു കൂദാശയിലൂടെ. സ്വയം നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. സ്വയം നമ്മെ തന്നെ ദൈവത്തിനായി വിട്ടുകൊടുക്കുകയാണ്. ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ് കൂദാശയിലൂടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ആ വാക്യം നിങ്ങൾ പിന്നീട് വായിക്കണം വിശദമായി. ആരും പഴയ തുണിക്കണ്ടത്തോട് ചേർന്ന് പുതിയത് തുന്നുമാറില്ല. 22-ാം വാക്യം, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 22-ാം വാക്യം. ആരും പഴയ തുരുത്തിൽ പുതിയ വീഞ്ഞ് പകരാറില്ല. പകർന്നാൽ തുരുത്തി പൊട്ടി വീഞ്ഞ് പാഴായിപ്പോകും. വസ്ത്രത്തിന്റെ ചീന്തൽ പഴയതും പുതിയതും തമ്മിൽ ബന്ധിപ്പിച്ചാൽ അതിന്റെ ചീന്തൽ ഏറ്റവും വലുതാകും. പ്രിയപ്പെട്ട യുവജന പ്രസ്ഥാന പ്രവർത്തകരെ, ജീവിതം മാറാതെ ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് വഹിച്ചു വെക്കരുത്. തുരുത്തി മാറാതെ പുതിയ വീഞ്ഞിനെ സ്വീകരിക്കരുത്. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് ഒരിക്കലും അനുഗ്രഹകരമായി ഉൾക്കൊണ്ടു നിൽക്കില്ല.
നമ്മുടെ ജീവിതം അപകാസ്യമാവുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. കാലാകാലങ്ങളിലായി ക്രിസ്തു എന്ന പുതിയ വീഞ്ഞിനെ ഈ പഴയ തുരുത്തിയിലേക്ക് ആവഹിച്ചു വെക്കുക. നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലം മുഴുവൻ അപ്രകാരമുള്ള ഒരു കുമ്പസാരവും സമർപ്പണവുമാണ് നമ്മുടെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ളതെങ്കിൽ തുരുത്തി അപ്പാടെ മാറണം. സമ്പൂർണമായ ഒരു മാറ്റത്തിലേക്ക് ഞാൻ എന്ന തുരുത്തി മാറാതെ ക്രിസ്തു എന്ന പുതിയ വീഞ്ഞിനെ ഈ തുരുത്തിക്കുള്ളിൽ എനിക്ക് സംഭരിച്ചു വെക്കാനാവില്ല, അനുഗ്രഹകരമായി സംഭരിക്കാനാവില്ല. ജീവിതം അപകാസ്യമാവുന്നോ എന്ന് ചിന്തിക്കണം. മാനസാന്തരപ്പെടുകയും അനുതപിക്കുകയും വീണ്ടും വീണ്ടും പാപം ചെയ്യുകയും ചെയ്ത് നാം ഈ പഴയ തുരുത്തിയിലേക്ക് ഓരോ കാലയളവിൽ ഈ പുതിയ വീഞ്ഞിനെ നിറയ്ക്കുകയും പിന്നെ അത് പാഴാക്കുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസം. തുരുത്തിയെ സമ്പൂർണമായി മാറ്റി ആ പുതിയ വീഞ്ഞിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കലാണ് വിശുദ്ധമായ കുർബാനയുടെ അർത്ഥം. സെയിന്റ് ജോൺ ദ ലാഡർ എന്ന പിതാവ് മനുഷ്യ ജീവിതത്തെ, മനുഷ്യന്റെ ആത്മീക യാത്രയെ കാണുന്നത് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ചാരിവെച്ചിരിക്കുന്ന ഒരു ഗോവേണിയെ പോലെയാണ്. ആദ്യത്തെ എല്ലാ പടികളും വേഗത്തിൽ നാം ഓടിക്കയറാം. ഒരു മാമോദീസ, ഒരു വിശുദ്ധ കുർബാന, ഒരു കൺവെൻഷൻ പ്രസംഗം, ഒരു ധ്യാനം, ഒരു രഹസ്യ പ്രാർത്ഥന, പല ചവിട്ടുപടികളും വേഗത്തിൽ നാം കയറും. പക്ഷേ ആ മനുഷ്യൻ വീണുപോകാൻ ഏറ്റവും സാധ്യത അവസാനത്തെ ഗോവേണിപ്പടിയിൽ വെച്ചാണെന്നാണ് സെയിന്റ് ജോൺ ദ ലാഡർ എന്ന പിതാവ് പറയുക. നിന്റെ യാത്രയുടെ അവസാന നിമിഷം, ഈ ആത്മിക ജീവിതത്തിൽ നിർവഹിച്ച കർമ്മത്തിന്റെ അവസാനത്തെ പടികളിൽ എത്തുമ്പോൾ ക്രിസ്തു നിന്റെ കരങ്ങളിലേക്ക് പിടിക്കാൻ ആഗ്രഹിച്ച കരങ്ങൾ നീട്ടിവരുമ്പോൾ ചെറിയൊരു വ്യത്യാസത്തിൽ നീ ആ മുകളിൽ നിന്ന് താഴേക്ക് വീണുപോകുന്നു. നമ്മുടെ ആത്മിക ജീവിതത്തിൽ നാം പാലിക്കേണ്ട സൂക്ഷ്മതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ആത്മിക ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കേണ്ട പുതുക്കത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞത് വിവേകവും നിഷ്കളങ്കതയുമായി ബന്ധപ്പെട്ടാണ്. എപ്പോഴും നിഷ്കളങ്കരാവാൻ ആകാശത്തിലേക്ക് മാത്രം നോക്കി നമുക്ക് ജീവിക്കാനാവില്ല. അത് കേവലം ദൈവഭക്തിയുടെ അന്ധമായ ചില അനുകരണങ്ങൾ മാത്രമാണ്. ദൈവത്തെ അയാൾക്ക് തേടാനാവില്ല. ഒരേ സമയം പാമ്പിനെ പോലെ ഈ ഭൂമിയിൽ ഈ മണ്ണിലിഴയാൻ, അതേ സമയം തന്റെ ജീവിതത്തിന്റെ ചിറകുകൾ മുളച്ച് സ്വർഗത്തോളം തന്റെ കൂടുകളെ വെക്കുവാൻ ഉയരാനുള്ള ആത്മീകമായ ശക്തിയും ബലവും പ്രാപിച്ച് ഉയർന്നു പറക്കാനുള്ള ഇച്ഛാശക്തിയും ബലവും രണ്ടും കൂടിച്ചേരുമ്പോഴേ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായ ഒരു യൗവനമാക്കി മാറ്റാൻ നമുക്ക് കഴിയുകയുള്ളൂ. പാപം എപ്പോഴും തഴമ്പിച്ചു പോകുന്ന ഒന്നാണ്. ഗൾഫിലെങ്ങാണ്ട് പണ്ട് നടന്ന ഒരു കാര്യം പറയുക. ഒരു മനുഷ്യൻ മോഷ്ടിച്ചത്രേ. നിങ്ങളെ എന്നേക്കാൾ ഇവിടുത്തെ നിയമവും സംവിധാനം അറിയാവുന്നത് നിങ്ങളായതുകൊണ്ട് ഒരുപക്ഷെ എന്നെ നിങ്ങൾ ചോദ്യം ചെയ്തൊക്കെ എങ്കിലും കഥയായി മാത്രം എടുത്താൽ മതി. വലത്ത് കൈ കൊണ്ട് മോഷ്ടിച്ചു. ഒരാളുടെ സ്വർണ്ണമാല പറിച്ചെടുത്ത് അയാളെ ന്യായം വിധിച്ച് ഏത് കരം കൊണ്ടാണോ തെറ്റ് ചെയ്തത് ആ കരം ഛേദിച്ചു കളയാൻ ന്യായാധിപൻ ഉത്തരവിട്ടു. ആ കരം ഛേദിച്ചു കളഞ്ഞു. പിന്നെയും അയാൾ കുറെ കാലമായി ജയിൽ മോചിതനായി ലോകത്തിലേക്ക് ഇറങ്ങുമ്പോ രണ്ടാമതും അയാൾ മോഷ്ടിച്ചു. രണ്ടാം തവണ അയാളെ ന്യായാധിപൻ വിസ്താരം ചെയ്യാണ്. നിങ്ങൾ മോഷ്ടിച്ചു. ഏത് കരം കൊണ്ടാണ് മോഷ്ടിച്ചത്? ആദ്യ പ്രാവശ്യം വലം കൈകൊണ്ട്, ഇപ്രാവശ്യവും ഞാൻ വലം കൈകൊണ്ട് തന്നെ. ന്യായാധിപൻ ഉത്തരവിട്ടു അവന്റെ വലം കൈ ഛേദിക്കുക. ആ മുറുക്കിയിരുന്ന ബോൾട്ട് പയ്യെ അടിച്ചിട്ട് അയാൾ ന്യായാധിപന്റെ കൈയെടുത്ത് കൊടുത്ത് പിടിച്ചോളാൻ പറഞ്ഞു. ഏത് പാവം ആദ്യം നമ്മെ വേദനിപ്പിക്കത്തുള്ളൂ? നിങ്ങൾ നോക്കിക്കൊള്ളൂ. ആദ്യം നിങ്ങൾ മദ്യപിച്ച നിമിഷം വല്ലാത്ത കുറ്റബോധം ഉണ്ടായില്ലേ? ജഡികാസക്തിയിലേക്ക് നിങ്ങൾ മയങ്ങിപ്പോയ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ വല്ലാത്തൊരു കുറ്റബോധം അനുഭവിച്ചില്ലേ? ദാമ്പത്യ ജീവിതത്തിൽ ആദ്യം വഴക്കിട്ടപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറ്റബോധം ഉണ്ടായില്ലേ? ആദ്യമായി നിങ്ങൾ മനഃപൂർവ്വമായി പ്രാർത്ഥന വിട്ടുകളഞ്ഞപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറ്റബോധം ഉണ്ടായില്ലേ? രണ്ടാം പ്രാവശ്യവും മൂന്നാം പ്രാവശ്യവും നമ്മുടെ ജീവിതത്തിന്റെ ശീലവും തഴക്കവുമായി ഇത് മാറുകയാണ്. പാപത്തിന്റെ ഒരു പ്രത്യേകത അതാണ്.
ഇതാദ്യം വേദനിപ്പിക്കും നമ്മെ. പിന്നെ അത് വല്ലാത്ത നമ്മുടെ ശീലങ്ങളിലേക്ക് നമ്മെ എത്തിക്കും. ശീലമായി മാറരുത് പാപം. ഏത് പാപവും നമ്മുടെ ജീവിതത്തിൽ ആദ്യം നമ്മെ വേദനിപ്പിക്കുന്നു. പിന്നീട് ഈ കൈ ഇങ്ങനെ എടുത്ത് ന്യായാധിപന്റെ കയ്യിലിട്ട് കൊടുക്കുന്ന അത്രയും ലാഘവ പാപത്തെക്കുറിച്ച് തോന്നും. ആദ്യത്തെ പ്രാവശ്യം ഇയാൾ നൊമ്പരപ്പെട്ടു വല്ലാതെ, കാരണം അയാളുടെ കൈ ഛേദിക്കപ്പെട്ടതാണ്. വേറെ നൊമ്പരം അയാൾ അനുഭവിച്ചു ആ തെറ്റിന് വേണ്ടി. രണ്ടാം പ്രാവശ്യം അയാൾക്കൊരു വെപ്പ് കൈ അഴിച്ചു കൊടുക്കാൻ കഴിയുന്നത് വളരെ ലാഘവത്തോടെയാണ്. ജീവിതത്തിൽ ആവർത്തിക്കുന്ന തെറ്റുകൾ, ആവർത്തിക്കുന്ന വീഴ്ചകൾ, ആദ്യം കുറ്റബോധത്തിൽ നീറിയ നിന്റെ ജീവിതത്തിന്റെ ദൈവഹിതമല്ലാത്ത ചെയ്തികൾ നിന്നെ തകർത്തപ്പോൾ വീണ്ടും നിന്റെ ജീവിതത്തിൽ പാപങ്ങൾ ശീലമായി മാറിയിട്ടുണ്ടെങ്കിൽ ഒരു നിഷ്കളങ്കതയിലേക്ക് മടങ്ങി വരിക, ഒരു പ്രാവിന്റെ നിഷ്കളങ്കതയിലേക്ക്. നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമാക്കാൻ ഈ രണ്ട് പദങ്ങൾ മതി: പാമ്പിന്റെ വിവേകവും പ്രാവിന്റെ നിഷ്കളങ്കതയും. രണ്ടുമുള്ള മനുഷ്യൻ, രണ്ടുമുള്ള ഒരു യുവാവിനോ യുവതിക്ക് ജീവിതത്തിൽ പരാജയപ്പെടാൻ പറ്റില്ല. കാരണം ദൈവം നൽകുന്ന ബലം അവരുടെ ജീവിതത്തോടൊപ്പമുണ്ട്. വിവേകപൂർണമായി തന്റെ വഴികളെ കാണാൻ, നിഷ്കളങ്കതയോടെ തന്റെ ജീവിതത്തെ സമീപിക്കാൻ ഒരാൾക്ക് നൽകുന്ന ഊർജ്ജമാണ്. ആ ഊർജ്ജത്തിലേക്ക് മടങ്ങി വരണം. 8:30 എനിക്ക് അനുവദിച്ച സമയം. ഇപ്പോൾ കൃത്യം പ്രാദേശിക വാർത്ത വായിക്കുന്ന ആളുപോലും അത് പറയും. 8:30 ഞാൻ ഉപസംഹരിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ, ദൈവത്തിനായി നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാൻ, നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി മാറ്റാൻ ആ പാമ്പിന്റെ വിവേകം. പിന്മാറേണ്ടപ്പോൾ പിന്മാറണം അപകടത്തിൽ നിന്ന്. ജാഗ്രത പുലർത്തേണ്ടപ്പോൾ ജീവിതത്തിൽ ജാഗ്രത പുലർത്തണം. ആകാശത്തിലേക്ക് ചിറകടിക്കാൻ സമയമാകുമ്പോൾ ഉയരങ്ങളിൽ പറക്കണം. നിഷ്കളങ്കതയും വിവേകവും നമ്മുടെ യൗവനങ്ങളെ അർത്ഥപൂർണമാക്കി മാറ്റുകയും ഈ കുംഭസാരത്തിന്റെ നിമിഷങ്ങൾ വിവേകപൂർവ്വം ദൈവസന്നിധിയെ ജീവിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും നഷ്ടപ്പെട്ട നൈർമല്യത്തിലേക്കും മടങ്ങി വരാനുള്ള ഒരു ആത്മീകമായ ഊർജം മടക്കിക്കൊണ്ടുവരുന്ന ഒരു വലിയ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളായി മറട്ടെന്ന് ഓർമ്മിപ്പിച്ച വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ണിഞ്ഞും കാണുന്നേശുവേ, ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ബഹ്റിൻ സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ ആഭിമുഖ്യത്തിൽ
ഈ വലിയ നോമ്പിനോട് ആസ്പദമാക്കി നോമ്പുകാല ജീവിതം അർത്ഥപൂർണമാക്കുവാനും അനുതാപപൂർവമായി ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കുംഭസാരത്തിന്റെ ശുശ്രൂഷയെ കുറെ കൂടി അർത്ഥപൂർണമാക്കി മാറ്റാനും ഈ സന്ധിയിലെ ദൈവവചനത്തിൽ പ്രത്യേകമായി നാം അഭയപ്പെടുകയും ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ നമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മാനസാന്തരത്തിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ആഴമേറിയ അനുതാപം ഞങ്ങളുടെ ഹൃദയങ്ങളെ സൃഷ്ടിക്കപ്പെടേണ്ടതിനും ഈ ലോകത്തിന്റെ പാപമാലിന്യങ്ങളിൽ അകപ്പെട്ടുപോയി ഞങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ ലോകമാലിന്യങ്ങളെ പുരണ്ടുപോയി നിന്റെ വിശുദ്ധിയിൽ നിന്ന് അകന്നവരായ ഞങ്ങൾക്ക് ഈ നോമ്പ് കാലത്തൊരിക്കൽ കൂടി തിരുസന്നിധിയിലേക്ക് മടങ്ങി വരുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ സമ്പൂർണമായി തിരുസന്നിധിയിൽ സമർപ്പിക്കുവാനും ഞങ്ങളുടെ യൗവനങ്ങളെ അർത്ഥപൂർണമാക്കി മാറ്റുവാനും ഞങ്ങളുടെ യൗവനത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തെ സ്വീകരിപ്പാനും ഞങ്ങളുടെ ശിഷ്ടകാലം ആത്മാവിന്റെ ബലത്തിൽ നിർവഹിപ്പാനും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ഈ സന്ധിയിലെ ഞങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തി അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകമെങ്ങുമുള്ള ഈ വചനങ്ങളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവഭക്തിയിലും ആത്മീയ വെളിച്ചത്തിലും അവർ ദൈവസന്നിധിയിൽ നയിക്കപ്പെടുവാൻ തക്കവണ്ണം അവരുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയിലെ എല്ലാ യുവജന പ്രസ്ഥാന പ്രവർത്തകരെയും അതിന്റെ പ്രവർത്തനങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുകയും ദൈവികമായ കൃപയും അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കുന്നതിനും അത് മുഖാന്തരം ലോകത്തിൽ നിന്റെ ദൈവരാജ്യത്തെ സ്ഥാപിക്കുവാനും പരിശുദ്ധ സഭയുടെ കൊമ്പിനെ ഉയർത്തുവാനും ഞങ്ങൾക്ക് അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങളെല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നോമ്പുകാലത്ത് നമ്മുടെ കുംഭസാരം ആഴത്തിലൊരു പരിശോധനയ്ക്ക് വിധേയമാവാനും അത് ദൈവസന്നിധിയിൽ നിന്ന് പാപമോചനത്തിന് കാരണമായി നാം അനുഗ്രഹിക്കപ്പെടുവാനും നമ്മുടെ വിശുദ്ധ ജീവിതം ഒരിക്കൽ കൂടി തെളിച്ചമുള്ളതായി തീരുവാനും നാം ഈ സന്ധിയെ പ്രത്യേകമായി വേർതിരിക്കുകയാണല്ലോ. ലോകത്തിന്റെ ഏത് കാലയളവിൽ നോക്കിയാലും ഏതൊരു സമൂഹവും ഭയപ്പെടാറുള്ളത് യൗവനത്തിന്റെ കരുത്തിനെയാണ്. ഒരിക്കലൊരു സഞ്ചാരി ഒരു നഗരത്തിലെത്തി. അയാളുടെ മുഖത്ത് അവാച്യമായൊരു പ്രകാശമുണ്ടായിരുന്നു. ആളുകൾ ആ പ്രകാശം കണ്ട് അയാൾക്ക് ചുറ്റും ഓടിയെത്തി. കുറെ കഴിയുമ്പോൾ അയാളുടെ പാണ്ടക്കെട്ടിൽ നിന്ന് ഒരു സുന്ദരമായ ശില്പം വെളിയിലേക്കെടുത്തു. അതിന്റെ ഇടത്ത് കൈയിൽ ഒരു പാമ്പായിരുന്നു, വലത്ത് കൈയിൽ ഒരു പ്രാവും. വലത്ത് കൈയിലിരുന്ന പ്രാവിന്റെ നിഷ്കളങ്കത കൊണ്ട് ആ പ്രതിമയുടെ വലത്ത് ഭാഗം മുഴുവൻ ഏറെ നിഷ്കളങ്കവും ആകർഷകവുമായി തോന്നി. ഇടത്ത് കൈയിലിരുന്ന പാമ്പിന്റെ വിവേകം കൊണ്ട് ആ പ്രതിമയുടെ ഇടതുഭാഗം വല്ലാതെ പ്രക്ഷോഭിച്ചിരുന്നു. ആളുകൾ അടുത്തു വരുമ്പോൾ അയാളോട് പറഞ്ഞു, എന്റെ കൈവശമിരിക്കുന്ന ഈ പ്രതിമയുടെ പേര് നിയോഗമെന്നാണ്. പാമ്പിന്റെ ബുദ്ധിയും പാമ്പിന്റെ വിവേകവും പ്രാവിന്റെ നിഷ്കളങ്കതയുമുള്ള ഒരാളാണ് ജീവിതത്തിൽ തന്റെ നിയോഗം ഏറ്റെടുക്കുവാൻ ഏറ്റവും പ്രാപ്തനായ മനുഷ്യൻ.
നമ്മുടെ കാലത്തിന്റെ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന് ഈ വിവേകവും ഈ നിഷ്കളങ്കതയും നമ്മുടെ ജീവിതയാത്രയുടെ കോലാഹലങ്ങൾക്കിടയിൽ നഷ്ടമാകുന്നു എന്നാണ്. ഒരു യൗവനം എപ്പോഴാണ് അർത്ഥപൂർണമായി മാറുന്നത്? അത് വിവേകത്തോടുകൂടി തന്റെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ്. എപ്പോഴാണ് ഒരു യൗവനം ഫലദായകമായി മാറുന്നത്? അത് തന്റെ ജീവിതത്തെ നിഷ്കളങ്കമായി ദൈവസന്നിധിയിലും ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോഴാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. നമ്മുടെ യൗവനകാലം ഏറെ ദൈവസന്നിധിയെ സമർപ്പിക്കുമ്പോൾ ഈ രണ്ട് ഭാവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ യാത്രയിൽ നമ്മോടൊപ്പം കൂട്ടേണ്ടതാണ്. കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതീകം യൗവനക്കാരായ തന്റെ ശിഷ്യന്മാർ ലോകത്തെ കീഴ്മേൽ മറിക്കുവാനായി ലോകത്തിന്റെ നാലതിരുകളിലേക്ക് പുറപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് യൗവനക്കാരായ തന്റെ ശിഷ്യന്മാർക്ക് ഏകദേശം 33 വയസ്സുള്ള ക്രിസ്തു ഇപ്രകാരം ഒരു സന്ദേശം നൽകുന്നത്? ആഴത്തിൽ ചിന്തിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ ഏറെ കണ്ടെത്തേണ്ടതുമായ ഒത്തിരിയേറെ ആത്മീക രഹസ്യങ്ങൾ ആ വേദഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. പ്രാവ് കൂടുവെക്കുക ആകാശങ്ങളിലാണ്. എപ്പോഴും ആകാശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ജീവി. എപ്പോഴും അതിന്റെ നോട്ടവും അതിന്റെ ജീവിത ഭ്രമണവും ആകാശത്തിലാണ്, വൃക്ഷങ്ങൾക്ക് മുകളിലാണ്. വളരെ വേഗം അത് ചിറകടിച്ച് ആകാശങ്ങളിലേക്ക് ഉയരും. വാസ്തവത്തിൽ യൗവനകാലം ഇതാണ്. മനസ്സും ശരീരവും ഒരുപോലെ ഒരുപക്ഷെ ജീവിതത്തിൽ സമ്യക്കായി സമ്മേളിപ്പിച്ച് മനസ്സിനോടും ശരീരത്തോടുമൊപ്പം ജീവിതം അതിന്റെ ഏതറ്റം വരെയും പറന്നുയരുവാനുള്ള ഒരു വല്ലാത്ത ശക്തിയും ബലവും നമ്മുടെ യൗവനകാലത്ത് നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷെ ഇതിന് നേരെ വിപരീതമാണ് പാമ്പ്. ഇത് ഭൂമിയിൽ ഇഴയുന്ന ജീവിയാണ്. വളരെ സാവകാശം ഇഴയുന്ന ഒരു ജീവി. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുമ്പോഴാണ് യൗവനം അർത്ഥപൂർണമായി മാറുക. ഒരേ സമയം ആകാശത്തെ സ്വപ്നം കാണുവാനും അതേസമയം ക്ഷമയോടെ ഭൂമിയിൽ ഇഴയാനും കഴിയുമ്പോഴാണ് ഒരു യൗവനത്തെ ഫലദായകമായി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുന്നത്. ഇതാണ് പാമ്പിന്റെ വിവേകം. ഒരിക്കലും നമുക്ക് ക്ഷമയില്ലാതെ, ജീവിതത്തിൽ കാത്തിരിപ്പില്ലാതെ ഏതൊരു കർമ്മത്തിലും വിജയിക്കാൻ സാധ്യമാവില്ല. അതുകൊണ്ടാണ് വിജയിക്കുന്നവരുടെ വിജയമന്ത്രമായി ഒരുപക്ഷെ ലോകത്തിൽ കർത്താവിന്റെ ഈ വാക്കുകളെ തന്നെ ലോകത്തിലെ വലിയ സംവിധാനങ്ങളിൽ യുവതലമുറകളെ, പ്രത്യേകിച്ച് ജീവിതത്തിന്റെ കർമ്മ മേഖലകളെ വെട്ടിത്തുറക്കുന്നവരോട് പറയുന്ന ഏറ്റവും സുപ്രധാനമായ ദൈവവചനമായി ഒരുപക്ഷെ ലോകത്തിന്റെ പല മേഖലകളിലും ഈ വേദഭാഗം ചിന്തിക്കാനിടയാവുന്നത്. ആകാശത്തിലേക്ക് പറക്കാനാവുന്ന കുതിപ്പ്, ആകാശത്തിലേക്ക് പറക്കാനാവുന്ന ഒരാത്മീയവും ശാരീരികവും കർമ്മപരവുമായ ഒരു കരുത്തിനെ സമ്പാദിച്ചുകൊണ്ട് ആകാശങ്ങളിലേക്ക് ഉയരത്തിൽ പറക്കാനുള്ള വാഞ്ച. അതേസമയം അത്രയും മോഹം തന്റെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോഴും അത്രയുമേറെ തനിക്ക് എത്തപ്പെടാനുള്ള ഉയരങ്ങൾ താണ്ടാനുള്ള ബലം തന്റെ ജീവിതത്തിലുള്ളപ്പോഴും ഈ മണ്ണിനോട് ബന്ധപ്പെട്ട് ഇഴഞ്ഞ് സാവകാശം ഈ ജീവിതത്തെ ക്രമീകരിക്കാനാവുക. ബഖറിൻ യുവജന പ്രസ്ഥാനത്തിൽ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നൈർമല്യം പ്രാപിക്കുവാനായി, ആദ്യ നൈർമല്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാനായി, ദൈവത്തിന്റെ വിശുദ്ധിയെ സമ്പാദിക്കാനായി, ജീവിതം അർത്ഥപൂർണമാക്കി തീർക്കുവാനായി കടന്നു വന്നിരിക്കുന്ന ദൈവാത്മാവിൽ ദൈവവചനം ഓർമ്മിപ്പിക്കുന്ന വളരെ ശക്തമായ വാക്കിതാണ്: നിങ്ങൾ ഒരേ സമയം തന്നെ പാമ്പിന്റെ വിവേകമുള്ളവരും പ്രാവിന്റെ നിഷ്കളങ്കരുമായി മാറാൻ. പാമ്പിന് ഒത്തിരിയേറെ പ്രത്യേകതകളുള്ള നമുക്കറിയാം. എവിടെ അടികൊണ്ടാലും പാമ്പ് ചാവില്ല, തലയിലൊഴിച്ച്.
തലയിലടി കണ്ടാൽ മാത്രമേ നമുക്കൊരു പാമ്പിനെ കൊല്ലാനാവുകയുള്ളൂ. ബാക്കി അതിന്റെ ശരീരം മുഴുവൻ എവിടെ ചതച്ചാലും അതിനുള്ള ജീവൻ നിലനിൽക്കും. അതിന്റെ ജീവൻ ശിരസിലാണ്. മതപീഡനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യേശുതമ്പുരാൻ തന്റെ ശിഷ്യന്മാർ അഭിമുഖീകരിക്കാൻ പോകുന്ന ചില പ്രതിസന്ധികളുടെ മധ്യത്തിലാണ് ഈ വചനവുമായി അവരെ യാത്രയാക്കുന്നത്. നിങ്ങൾ എവിടെയൊക്കെ വേണേലും ചതയ്ക്കപ്പെടാം. നിങ്ങളുടെ സമ്പത്ത് ഒരുപക്ഷെ ചതഞ്ഞ് നഷ്ടമാവാം, നിങ്ങളുടെ അധികാരം ഒരുപക്ഷെ നഷ്ടമാവാം, നിങ്ങളുടെ ശാരീരിക ബലം ഒരുപക്ഷെ നഷ്ടമാവാം, നിങ്ങളുടെ മാനസികമായ കരുത്തൊരുപക്ഷെ നഷ്ടമാവാം. പക്ഷെ നിങ്ങളുടെ വിശ്വാസം ശിരസാണ്. അതിലടിയേൽക്കാതിരിക്കുക. വിശ്വാസത്തിൽ അടിയേൽക്കുമ്പോഴാണ് ഒരാൾ വീണുപോവുക. വിശ്വാസം ബലഹീനമാകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതം പരാജയത്തിലേക്ക് പോവുക. അതുകൊണ്ട് പാമ്പ് നൽകുന്ന വിവേകം അതിനെ എപ്പോഴടിച്ചാലും അത് അതിന്റെ തല ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ജീവിയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ പ്രകടമേക്കാൻ അതിരുന്നാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ വലിയ നാശവും നഷ്ടവും, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ വലിയ തളർച്ചയും നിരാശയും ഇല്ലാതെ ഈ ജീവിതത്തെ അർത്ഥപൂർണമാക്കാൻ കഴിയുമെന്നാണ് പാമ്പ് നൽകുന്ന വിവേകങ്ങളിലൊന്ന്. മറ്റൊന്ന്, ലോകത്തിലെ ഏറ്റവും അധികം ജാഗ്രതയുള്ള ജീവിയാണ് പാമ്പ്. ഏറ്റവും അധികം ജാഗ്രത. എവിടെങ്കിലും ഒരു ചലനം കേട്ടാൽ, എവിടെങ്കിലും ഒരു അപകട സൂചന കേട്ടാൽ അത് വേഗത്തിൽ ഉൾവലിയും. ഇവിടെ യുവജനങ്ങൾ പ്രത്യേകമായി അത് ചിന്തിക്കേണ്ടതാണ്. എവിടെ വന്നാലും അവിടെ അടിക്കുന്നെങ്കിൽ അടിക്കടാന്ന് പറഞ്ഞ് നിന്ന് വെറുതെ അടിവാങ്ങൽ മാത്രമല്ല ജീവിതത്തിന്റെ വിജയം. ഒരു പിൻവാങ്ങൽ ജീവിതത്തിൽ ആവശ്യമാണ്. ജീവിതത്തിന്റെ ഏത് മണ്ഡലങ്ങളിലും മനുഷ്യൻ സ്വയം തന്റെ ജീവിതത്തിലേക്ക് പിൻവാങ്ങാനുള്ള തയ്യാറെടുപ്പുണ്ടാവണം. പാമ്പത് കാട്ടിത്തരുന്നുണ്ട്. അതൊരു അപകട സൂചനയുണ്ടായാൽ, ഒരു ശത്രുവിന്റെ കാൽപെരുമാറ്റം കേട്ടാൽ, അപകടമെന്ന് തോന്നിയാൽ അത് അതിന്റെ മാളത്തിലേക്ക് ഉൾവലിയും. ജീവിതം ചിലപ്പോഴെങ്കിലും ഉൾവലിയുന്നത് പരാജയമല്ല, വിജയമാണ്. നമുക്കത് സാധ്യമാവേണ്ടതാണ്. ഇത്തരം ചില വിവേകങ്ങളിലേക്കാണ് ഒരുപക്ഷെ യേശുതമ്പുരാൻ ഈ വചനത്തിലൂടെ നമ്മെ എത്തിക്കാനായി ശ്രമിക്കുന്നത്. നിഷ്കളങ്കത പ്രധാനപ്പെട്ടതാണ്. ഇവിടെയാണ് യുവത്വത്തിന്റെ അർത്ഥം പൂർണ്ണമാവുന്നത്. ശൈശവത്തിന്റെ, ബാല്യത്തിന്റെ കോമാളിത്തരങ്ങൾക്കും വാർദ്ധക്യത്തിന്റെ നിരാശകൾക്കുമിടയിലെ അർത്ഥപൂർണമായ ഒരു കാലഘട്ടമാണ് മനുഷ്യന്റെ യൗവനം. ലോകത്തിൽ ഏറ്റവും കർമ്മചൈതന്യത്തോടെ, ആർജവത്വത്തോടെ, ആത്മിക ബലത്തോടെ നിലനിന്നയാൾ തന്റെ ജീവിതത്തിൽ ക്രിസ്തു എന്ന യൗവനക്കാരൻ തന്നെയാണ്. 3 വർഷത്തെ പരസ്യ ശുശ്രൂഷ കൊണ്ട് ഒരു മനുഷ്യന്റെ യൗവനത്തെ ഈ ലോകത്തിൽ എത്രമാത്രം അർത്ഥപൂർണമാക്കാമെന്ന് പറഞ്ഞു തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മതാചാര്യൻ ഒരുപക്ഷെ നമ്മുടെ ദൈവം തന്നെയാണ്. ചരിത്രത്തിൽ യൗവനത്തെ ഏറ്റവും കരുത്തുറ്റതാക്കി നമുക്ക് കാണാൻ കഴിയുന്നയാൾ. യൗവനം കരുത്തുറ്റതാക്കി മാറ്റാൻ, യൗവനം ദർശനമുള്ളതാക്കി മാറ്റാൻ, യൗവനം ജീവിതത്തിന്റെ സ്വപ്നങ്ങളുള്ളതാക്കി മാറ്റാൻ ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും അധികം പ്രേരിപ്പിക്കുന്നതും ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ വാക്കുകളാണ്. യോവേൽ പ്രവാചകൻ അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളുടെ യുവാക്കന്മാർ ദർശനങ്ങൾ കാണുന്ന, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുന്ന പുതിയ ഒരു ലോകത്തിലേക്കുള്ള പ്രവേശനം. ഞാൻ ആ വാക്കിൽ നിന്ന് നിഷ്കളങ്കത എന്നൊരു വാക്കിനെ ഇനി എടുക്കുകയാണ്. നിഷ്കളങ്കത എന്താണ്? നൈർമല്യമെന്നോ പാപമില്ലാത്ത അവസ്ഥയെന്നോ ജീവിതത്തിന്റെ വിശുദ്ധിയെന്നോ ഒക്കെ നാം പറയാവുന്ന ഒരു ജീവിതത്തിന്റെ ഭാവമാണ് നിഷ്കളങ്കത. കളങ്കമില്ലാതെ ജീവിക്കാനാവുക, കളങ്കമില്ലാത്ത സാക്ഷികളായി മാറാനാവുക, കളങ്കമില്ലാത്ത ജീവിതത്തിൽ മുമ്പോട്ട് പോകാനാവുക, അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം മുറുകെ പിടിക്കേണ്ട മൂല്യങ്ങളിൽ ഒന്നാണ്. ഒരു മനുഷ്യൻ നിത്യതയുടെ ഉറവിടം തേടി പുറപ്പെടുകയാണ്. ഒരു സ്ഥലത്തെത്തി, അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് 2 വഴികൾ തുടങ്ങുകയാണ്. ആദ്യത്തെ വഴി വിശാലമായ വഴിയാണ്. പുഷ്പവൃക്ഷങ്ങളാൽ അലങ്കൃതമായ, പുഷ്പവൃഷ്ടിയുള്ള മഹത്തായ വിശാലമായ ഒരു പാത. ആടിപ്പാടുന്ന യാത്രക്കാരെ കൊണ്ട് ആ പാത വല്ലാതെ തിരക്ക് പിടിച്ചതാണ്. മറ്റൊരു വഴിയുണ്ട്, ഒരു ഊടുവഴി, കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണ്. ആ ചെറുപ്പക്കാരൻ നിത്യതയുടെ ഉറവിടം തേടി അവിടെ എത്തുമ്പോൾ ഇയാൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. ഒരു ജ്ഞാനവൃദ്ധൻ തന്റെ കയ്യിൽ ഒരു വിളക്കുമായി ആ ചെറുപ്പക്കാരന്റെ അരികിൽ വരികയാണ്.
ഇയാൾ വൃദ്ധനോട് പറഞ്ഞു, ഞാൻ നിത്യതയുടെ ഉറവിടം തേടി യാത്ര ചെയ്യുകയാണ്. 2 വഴികൾ തിരിയുന്നു. എതിരെയാണ് യാത്ര ചെയ്യേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല. ഞാൻ ഏത് വഴി തിരഞ്ഞെടുക്കണം? അയാൾ പറഞ്ഞ വൃദ്ധൻ പറഞ്ഞു, നോക്ക്, വിശാലമായ വഴിയെ കാണൂ. ആളുകൾ ആടിപ്പാടിയും ഉത്സവ തിമിർപ്പും കൊണ്ട് അവരുടെ ജീവിതം ആഹ്ലാദജനകമാക്കി മാറ്റുന്ന വിശാലമായ വഴി. ഇവിടെ മാത്രമേ തിരക്കും വഴിയാത്രക്കാരും തിരഞ്ഞെടുപ്പുകാരും ഉള്ളൂ. പക്ഷെ ഇത് ചെല്ലുന്നിടത്തെല്ലാം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന സന്തോഷകരമായൊരു വഴിയാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ഈ വഴിയോരത്ത് നിങ്ങൾക്ക് ലഭ്യമാകും. പക്ഷെ അവസാനം ഇതൊരു ഗർത്തത്തിൽ അവസാനിക്കും. അവിടം കൊണ്ട് ഈ വഴി തീരുകയാണ്. എന്നിട്ട് ആ വൃദ്ധൻ ഈ ഊടുവഴി ചൂണ്ടിക്കാട്ടി പറഞ്ഞു, ഇത് കല്ലുമുള്ളും നിറഞ്ഞ വഴിയാണ്. ഈ വഴി വളരെ ദൂരം സഞ്ചരിക്കേണ്ടി വരും. വഴിയിൽ മുഴുവൻ ക്ലേശങ്ങളാണ്. അനവധി ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിന്റെ അവസാനം നിത്യതയുടെ കവാടം തുറക്കപ്പെടുകയാണ്. എന്നിട്ട് ആ ജ്ഞാനവൃദ്ധൻ ആ ചെറുപ്പക്കാരന്റെ ചെവിയിൽ മന്ത്രിച്ചു, മകനെ, ഒരിക്കലും ഈ വഴികൾ കൂട്ടിമുട്ടില്ല. ഇത് രണ്ടും രണ്ടായി എക്കാലവും നിലനിൽക്കും. നമ്മുടെ യൗവനത്തെ തീഷ്ണമായ മോഹങ്ങളോടെ, തീഷ്ണമായ ആസക്തികളോടെ, തീഷ്ണമായ വികാരങ്ങളോടെ നാം ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ നമുക്കൊക്കെ രുചിക്കുക ആ വിശാലമായ പാതയാവും. നിത്യതയാണ് ലക്ഷ്യമെങ്കിൽ, ജീവിതം അർത്ഥപൂർണമാക്കാനാണ് യാത്രയെങ്കിൽ, ആ ഊടുവഴികളിലൂടെ യാത്ര ചെയ്ത് അവസാനം നിത്യതയുടെ കവാടത്തിലേക്ക് നിർമ്മലരായി നമുക്ക് എത്തപ്പെടേണ്ടതുണ്ട്. ജീവിത വഴികൾ മുഴുവൻ മാറ്റത്തിന് വിധേയമാവും. പ്രിയപ്പെട്ടവരെ, ആ വഴികളിലൂടെ സഞ്ചരിക്കാനായി നമ്മുടെ ജീവിതത്തെ തിരഞ്ഞെടുക്കണം. നോക്കൂ, നമ്മൾ ജീവിക്കുന്ന ലോകം എല്ലാം നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. എന്തിനെ പ്രാപിക്കാനും നാം ഒരുക്കമാണെങ്കിൽ അതൊക്കെ നാം തിരഞ്ഞു പോവേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു ലോകമാണ്. വെറുതെ മനസ്സ് വെക്കുക, ജീവിതത്തിലെ എല്ലാ ആമോദങ്ങളും, എല്ലാ ലഹരികളും, എല്ലാ ജീവിതത്തിന്റെ അനുഭൂതികളും നാം തിരഞ്ഞു പോലും പോവേണ്ടതില്ല. നമ്മെ തേടി നമുക്കരികിലേക്ക് വരികയാണ്. അത്തരമൊരു കാലത്ത് ജീവിതം അർത്ഥപൂർണമാക്കണമെങ്കിൽ വിവേകത്തിലൂടെ ജീവിതത്തെ കാണാനും നിഷ്കളങ്കത ജീവിതത്തെ പ്രാപിക്കാനും ആവണം. എവിടെയാണ് ഒരാൾ കളങ്കം വിടുന്നത്? തന്റെ ജീവിതത്തിന്റെ മലിനതകളെ ഒരാൾ കഴുകുന്നത് ദൈവം അയാളുടെ ജീവിതത്തിൽ ഇടപെടുമ്പോഴാണ്. കാലങ്ങൾക്ക് മുമ്പ് വടക്കേ ഇന്ത്യയിലെ ഒരു മുത്തശ്ശി വൃക്ഷത്തെക്കുറിച്ച് വായിച്ചതോർക്കുന്നു. കാലങ്ങളായി പൂക്കാത്ത, കാലങ്ങളായി തളിരിടാത്ത ഒരു മുത്തശ്ശി വൃക്ഷം. ആ ഗ്രാമത്തിലെ ഏറ്റവും പ്രായമുള്ളയാൾ ആ വൃക്ഷമായിരുന്നു. പക്ഷെ കാലങ്ങളായി തളിർക്കുകയും പൂക്കുകയും ഫലമിടുകയും ചെയ്യല്ല. ആളുകളൊക്കെ പ്രതീക്ഷയോടെ ഇതിൽ നോക്കുമായിരുന്നു. പക്ഷേ അതിന് വട്ടം തട്ടിയിട്ടുണ്ടെങ്കിലും അത് എന്നേക്കുമായി ഉണങ്ങി നശിക്കാത്തൊരു വൃക്ഷമായിരുന്നു. ഗ്രാമത്തിന്റെ സ്വപ്നമായിരുന്ന, ഗ്രാമത്തിന്റെ കഥകൾ ഏറ്റവും അറിയുന്ന, ഗ്രാമത്തിന്റെ വൈകാരികമായ അനുഭവങ്ങളെ ആളുകൾക്ക് തൊട്ടുണർത്തിക്കൊടുത്തിരുന്ന മുത്തശ്ശി വൃക്ഷം ഒരു പ്രഭാതത്തിൽ പെട്ടെന്ന് ആ വൃക്ഷം തളിർത്തു പൂത്തു. പ്രകൃതി ശാസ്ത്രജ്ഞന്മാരെ അമ്പരപ്പിച്ചുകൊണ്ട് ലോകത്തിൽ നടക്കാനാവാത്തൊരു കാര്യം. പിന്നീട് അതേക്കുറിച്ച് പഠനം നടത്തി എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന്. ജൈവമായി തീർന്നിരുന്ന ആ വൃക്ഷത്തിന്റെ മൃതകോശങ്ങളിലേക്ക് അന്ന് രാത്രിയിലുണ്ടായ ഇടിമിന്നലും പ്രവാഹവും മഴയുടെ നനവും അതിന്റെ മൃതകോശങ്ങളെ വേഗത്തിൽ ഉദ്ദീപിപ്പിച്ചു. ഫലമില്ലാത്ത നമ്മുടെ ജീവിതങ്ങളിൽ, തളിരിടാത്ത നമ്മുടെ ജീവിതത്തിൽ, പൂക്കൾ ചൂടാത്ത നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ സ്പർശനം ഇടിമിന്നൽ പോലെ കടന്നുവരും. പ്രിയപ്പെട്ടവരെ, ചില നിമിഷങ്ങളിൽ ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിന്റെ അവസാനത്തെ മൃതപരമായ അവസ്ഥയിലെത്തിയാലും ദൈവം അവന്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അവൻ പുതിയ ജീവിതത്തിലേക്ക് മടങ്ങി വരും.
പുതിയ പൂക്കൾക്കും പുതിയ ഫലങ്ങൾക്കും പുതിയ ജീവിതത്തിന്റെ തുടക്കത്തിനും അതൊരു നാന്തിയാവും. ദൈവം സ്പർശിക്കുന്ന ജീവിതങ്ങൾ, ദൈവം ഇടപെടുന്ന ജീവിതങ്ങൾ എല്ലാ പാപത്തിന്റെ കെട്ടുകളെയും പൊട്ടിച്ച് എല്ലാ പാപബന്ധനങ്ങളെയും അറുത്തുമാറ്റി ദൈവസന്നിധിയിൽ എത്താൻ പ്രേരിതമാകും. എംടിയുടെ വാരണാസി എന്ന ഒരു പുസ്തകത്തിൽ ലോകത്തോട് വിളിച്ചു പറയുന്നൊരു കുറിപ്പുണ്ട്. അമ്പലത്തിലൊരു കുമ്പസാരക്കൂട് വെച്ചാൽ എന്താ? ജ്ഞാനവൃദ്ധനായ ഒരാൾ ആ കുമ്പസാരക്കൂടിനരികിലിരുന്നിട്ട് ലോകത്തിലെ എല്ലാ മനുഷ്യരും വന്ന് അവരുടെ പാപങ്ങൾ ഇറക്കി വെച്ച് ആശ്വാസത്തിന്റെ അനുഭവത്തിൽ ഒന്ന് മടങ്ങിപ്പോയിക്കൂടെ? ഒരു മനുഷ്യന് ഇത്രയും ആശ്വാസം തരുന്ന ഒരു കുദാശ. എല്ലാ കുദാശയിലും നമ്മൾ സംഘമായാണ് ആരാധന നടത്തുക. ഒരു മാമോദീസ നടത്തിയാൽ അവിടെ തലതൊടാൻ ആള് വേണം, മാതാപിതാക്കൾ കുമ്പസാരിക്കണം. ഒരു കുടുംബമായ വിശുദ്ധീകരണ പ്രക്രിയയാണ് അവിടെ നടത്തുക. ഒരു വിവാഹ കുദാശ എടുക്കും, അവിടെയും മണവാളനും മണവാട്ടിയും ഒക്കെ വേണം. കുമ്പസാരം വ്യക്തിപരമായ ദൈവവുമായിട്ടുള്ള അഗാധമായ ബന്ധത്തിന്റെ ഏകാന്ത നിമിഷങ്ങളാണ്. നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വെക്കാനും നമ്മുടെ നൊമ്പരങ്ങളെ തുറന്നു പറയാനും ഏറ്റവും ഉചിതമായ ഇടമാണത്. ഒരു കുമ്പസാരപ്പായിൽ നമ്മുടെ പാപങ്ങളെ തുറന്നു പറഞ്ഞ് ഒരു തുള്ളി കണ്ണീർ അവിടെ അർപ്പിച്ചിട്ട് പോയാൽ പരിഹരിക്കപ്പെടാത്ത ഒരു പാപവും നമ്മുടെ ജീവിതത്തിലില്ല പ്രിയപ്പെട്ടവരെ. നോക്കൂ, ക്രിസ്തു അങ്ങനെയാണ് ജീവിതത്തെ സമീപിച്ചത്. അവൻ ജനക്കൂട്ടത്തിന് 5000 കപ്പം വിളമ്പുമ്പോഴും അവന്റെ സൗഖ്യദാന ശുശ്രൂഷയിലേക്ക് ഒരുപക്ഷെ സംഘമായി ആളുകൾ കടന്നു വരുമ്പോഴും ക്രിസ്തുവിന്റെ ചില നേട്ടങ്ങൾ വ്യക്തിപരമായിരുന്നു. പാപത്തിൽ തകർന്നുപോയ വേശ്യാവൃത്തിക്ക് പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീയോട് അവൻ സംസാരിച്ചത് ക്രിസ്തുവോളം മാത്രമുള്ളപ്പോഴാണ്. നിലത്തെഴുതിക്കൊണ്ടേയിരുന്നു ക്രിസ്തു. അവൾക്കൊന്നും പറയാനില്ല, അവളും ഭാരപ്പെടുകയാണ്. ക്രിസ്തുവും ആ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഭാരപ്പെടുകയാണ്. അവസാനം ക്രിസ്തു വ്യക്തിപരമായി അവളുമായി ഒരു സംഭാഷണത്തിലാണ്. മകളെ, അവർ നിനക്ക് ശിക്ഷ വിധിച്ചില്ല, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, നീ പോയിക്കൊള്ളുക, നീ ഇനി പാപം ചെയ്യരുത്. ഇതൊരു വ്യക്തിപരമായ ബന്ധമാണ്. അവൾ അവിടെ ചുമടുകളെ മുഴുവൻ അവിടെ ഇറക്കി വെക്കുകയാണ്. അവൾ ഒരു കുമ്പസാരം നിർവഹിക്കുകയാണ് അവിടെ. ഇനിയും നീ പാപം ചെയ്യരുത്. ദൈവം നമ്മോട് ഒരു കുമ്പസാരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. നോക്കൂ, ലോകം മുഴുവൻ നിന്നെ പിടിച്ചിട്ടുണ്ടാവാം. ലോകത്തിന്റെ മുമ്പിൽ നിന്റെ പാപങ്ങൾ ഒരുപക്ഷെ ഒരു ലോകത്തിന്റെ ന്യായത്തിന് മുമ്പിൽ, നീതിക്ക് മുമ്പിൽ നീ ഒരു കുറ്റവാളിയായി ഒറ്റപ്പെട്ടവനായി മാറിയേക്കാം. പക്ഷെ ദൈവത്തിന്റെ അരികിലേക്ക് വരൂ. ദൈവം നിന്റെ പാപബന്ധനത്തിന്റെ കെട്ടുകൾ അഴിച്ചുവിട്ട് നിന്നെ സ്വതന്ത്രനാക്കുമെന്ന് മാത്രമല്ല, നിന്നെ ആശ്വസിപ്പിക്കുകയും നിന്റെ പാപത്തിൽ നിനക്ക് സൗഖ്യം നൽകുകയും നിന്നെ അനുഗ്രഹകരമായി മടക്കിയേക്കുകയും ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും പാപം ചെയ്യരുത്. പിന്നെയും നോക്ക്, എത്രയോ തലങ്ങളിൽ ക്രിസ്തുവിന്റെ ആ വ്യക്തിപരമായ ഇടപെടലുകൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. സക്കായുടെ ഭവനത്തിലേക്ക് ക്രിസ്തു എത്തപ്പെടുന്നു. അന്നുവരെ അവൻ ജ്യോതി എങ്ങനെ പണമുണ്ടാക്കാൻ പറ്റും, എങ്ങനെ കബളിപ്പിക്കാൻ പറ്റും, എങ്ങനെ തന്റെ സമ്പത്തിനെ കൂട്ടിവെക്കാൻ പറ്റുമെന്ന് മാത്രം വിചാരിച്ചവനാണ് സക്കായി. യേശു അവന്റെ അരികിലേക്ക് വ്യക്തിപരമായി എത്തപ്പെടുകയാണ്. അവന്റെ അത്താഴം അവനുമായി പങ്കുവെക്കുകയാണ്. മാറ്റപ്പെട്ടു സക്കായി. വലിയ മാറ്റങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. സക്കായി വലിയ മാറ്റങ്ങൾക്ക് വിധേയനായത് ഒരു പ്രഘോഷണം കണ്ടല്ല. കാരണം അവൻ ക്രിസ്തുവിനെ ആദ്യമായി കണ്ടുമുട്ടുന്നത് ജനത്തിരക്കുള്ള നഗരത്തിൽ വെച്ചാണ്. അവിടെ അവൻ ക്രിസ്തുവിനെ കാണാൻ ഒരു അത്തിവൃക്ഷത്തിന്റെ മുകളിൽ കയറി
അവിടെ വെച്ച് ക്രിസ്തു അവനെ കണ്ട് അവന്റെ അരികിൽ ചെന്ന് നീ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് നിന്റെ കൂടെ ഇന്ന് എനിക്ക് അത്താഴം കഴിക്കണമെന്ന് പറഞ്ഞ് അവന്റെ വീട്ടിലെത്തി അവന്റെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായി ദൈവം അടുത്തു വരുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ അതുവരെയുള്ള മുഴുവൻ കുറവുകളെയും വിട്ട് അവൻ ഒരു നീതിയിലേക്കും വിശുദ്ധിയിലേക്കും നിഷ്കളങ്കതയിലേക്കും മടങ്ങി വരികയാണ് സക്കായി. ദൈവത്തിന്റെ തീവ്രമായ പല ഇടപെടലുകളും നമുക്ക് വേദപുസ്തകത്തിൽ കണ്ടെത്താനാവുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. സക്കായി ജീവിതത്തിൽ മുഴുവൻ മാറുന്നുണ്ട്. ഞാൻ ആരോടെങ്കിലും അന്യായമായി എന്ത് വാങ്ങിയിട്ടുണ്ടെങ്കിലും എത്രയോ മടങ്ങ് തിരികെ കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ മാനസാന്തരം രാത്രി മുഴുവൻ കരയുന്നത് മാത്രമല്ല, സ്നേഹത്താൽ പ്രചോദിതമായ ചില പ്രവൃത്തികൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നത് കൂടിയാണ് മാനസാന്തരത്തിന്റെ ഫലം. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ ആദ്യകാലങ്ങളിലൊക്കെ വിശുദ്ധ കുമ്പസാരം നടത്തുമ്പോ കുമ്പസാരിപ്പിക്കുന്ന അച്ഛനും കുമ്പസാരിക്കാൻ വരുന്ന ആളും കുറെ നേരം കരയും, രണ്ടുപേരും കരയും. കുറെ നേരം കരഞ്ഞു കഴിഞ്ഞിട്ടാണ് കൂദാശയിലേക്ക് എത്തുക. ഒരുപക്ഷെ കുമ്പസാരിപ്പിക്കുന്നയാൾ തന്റെ ജീവിതത്തിന്റെ കുറവുകൾ ഓർത്ത്, ഒരുപക്ഷെ തന്റെ അരികിലേക്ക് വരുന്ന ഒരാളുടെ പാപത്തെ അഴിച്ചുവിടാൻ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ഒരു കൂദാശയിലേക്ക് ബന്ധപ്പെടുമ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ വാവിട്ട് നിലവിളിച്ചിട്ടാണ് കൂദാശയിലേക്ക് കടന്നിരുന്നത്. അത്രയ്ക്ക് അർത്ഥപൂർണമായിട്ടാണ് അത് നിർവഹിക്കുക. പലപ്പോഴും നമ്മുടെ കുമ്പസാര പിതാക്കന്മാര് കുമ്പസാരം കഴിഞ്ഞിട്ട് പറയും, നിങ്ങൾ ഈ പാപത്തിന് പ്രാശ്ചിത്തമായി ഇത് ചെയ്തേക്കണമെന്ന്. കുമ്പസാരിക്കുന്നവരുടെ എണ്ണം കുറയാൻ സാധ്യതയുള്ളത് കൊണ്ടായിരിക്കും ഇപ്പോഴച്ഛന്മാർ അങ്ങനെ പറയാറില്ല. കാരണം കൂദാശ ചിലപ്പോൾ നിന്ന് പോകും, ഇന്നത് ചെയ്തേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മുടെ പിതാക്കന്മാരുടെ ആദ്യകാല ജീവിതത്തിൽ പാപത്തിന് പരിഹാരമായി, പാപത്തിന്റെ പരിഹാരം പ്രാപിക്കുവാനായി അതിന്റെ പ്രാശ്ചിത്തമായ കർമ്മങ്ങളെ നിർവഹിച്ചിരുന്നു. ആ കർമ്മങ്ങൾ സ്വയം നാം നിർവഹിക്കേണ്ടതെങ്കിലുമാണ്. നമ്മുടെ സ്വത്തി പകുതി കൊടുക്കാനോ അതിന്റെ 4 ഇരട്ടി കൊടുക്കാനോ ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിന് അനുയോജ്യമായി, നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടാകുമ്പോൾ അതിനനുയോജ്യമായി നമ്മുടെ ഫലങ്ങളെ രൂപപ്പെടുത്താനായിട്ട് നമുക്കിടയാവണം. ഞാൻ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഉപസംഹരിക്കുകയാണ്. ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ് പാപമോചനം എന്നൊരു കൂദാശയിലൂടെ. സ്വയം നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്, സ്വയം നമ്മെ തന്നെ ദൈവത്തിനായി വിട്ടുകൊടുക്കുകയാണ്, ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ് കൂദാശയിലൂടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ആ വാക്യം നിങ്ങൾ പിന്നീട് വായിക്കണം വിശദമായി. ആരും പഴയ തുണിക്കണ്ടത്തോട് ചേർത്ത് പുതിയത് തുന്നുമാറില്ല. 22-ാം വാക്യം, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 22-ാം വാക്യം. ആരും പഴയ തുരുത്തിൽ പുതിയ വീഞ്ഞ് പകരാറില്ല. പകർന്നാൽ തുരുത്തി പൊട്ടി വീഞ്ഞ് പാഴായിപ്പോകും. വസ്ത്രത്തിന്റെ ചീന്തൽ പഴയതും പുതിയതും തമ്മിൽ ബന്ധിപ്പിച്ചാൽ അതിന്റെ ചീന്തൽ ഏറ്റവും വലുതാകും. പ്രിയപ്പെട്ട യുവജന പ്രസ്ഥാന പ്രവർത്തകരെ, ജീവിതം മാറാതെ ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് വഹിച്ചു വെക്കരുത്. തുരുത്തി മാറാതെ പുതിയ വീഞ്ഞിനെ സ്വീകരിക്കരുത്. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് ഒരിക്കലും അനുഗ്രഹകരമായി ഉൾക്കൊണ്ടു നിൽക്കില്ല. നമ്മുടെ ജീവിതം അപകാശ്യമാവുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. കാലാകാലങ്ങളിലായി ക്രിസ്തു എന്ന പുതിയ വീഞ്ഞിനെ ഈ പഴയ തുരുത്തിയിലേക്ക് ആവഹിച്ചു വെക്കുക. നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലം മുഴുവൻ അപ്രകാരമുള്ള ഒരു കുമ്പസാരവും സമർപ്പണവുമാണ് നമ്മുടെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ളതെങ്കിൽ തുരുത്തി അപ്പാടെ മാറണം. സമ്പൂർണമായ ഒരു മാറ്റത്തിലേക്ക്, ഞാനെന്ന തുരുത്തി മാറാതെ ക്രിസ്തു എന്ന പുതിയ വീഞ്ഞിനെ ഈ തുരുത്തിക്കുള്ളിൽ എനിക്ക് സംഭരിച്ചു വെക്കാനാവില്ല, അനുഗ്രഹകരമായി സംഭരിക്കാനാവില്ല. ജീവിതം അപകാശ്യമാവുന്നോ എന്ന് ചിന്തിക്കണം. മാനസാന്തരപ്പെടുകയും അനുതപിക്കുകയും വീണ്ടും വീണ്ടും പാപം ചെയ്യുകയും ചെയ്ത് നാം ഈ പഴയ തുരുത്തിയിലേക്ക് ഓരോ കാലയളവിൽ ഈ പുതിയ വീഞ്ഞിനെ നിറയ്ക്കുകയും പിന്നെ അത് പാഴാക്കുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസം. തുരുത്തിയെ സമ്പൂർണമായി മാറ്റി ആ പുതിയ വീഞ്ഞിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കലാണ് വിശുദ്ധമായ കുർബാനയുടെ അർത്ഥം. സെയിന്റ് ജോൺ ദ ലാഡർ എന്ന പിതാവ്
മനുഷ്യ ജീവിതത്തെ, മനുഷ്യന്റെ ആത്മീക യാത്രയെ കാണുന്നത് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ചാരിവെച്ചിരിക്കുന്ന ഒരു ഗോവേണിയെ പോലെയാണ്. ആദ്യത്തെ എല്ലാ പടികളും വേഗത്തിൽ നാം ഓടിക്കയറാം. ഒരു മാമോദീസ, ഒരു വിശുദ്ധ കുർബാന, ഒരു കൺവെൻഷൻ പ്രസംഗം, ഒരു ധ്യാനം, ഒരു രഹസ്യ പ്രാർത്ഥന, പല ചവിട്ടുപടികളും വേഗത്തിൽ നാം കയറും. പക്ഷേ ആ മനുഷ്യൻ വീണുപോകാൻ ഏറ്റവും സാധ്യത അവസാനത്തെ ഗോവേണിപ്പടിയിൽ വെച്ചാണെന്നാണ് സെയിന്റ് ജോൺ ദ ലാഡർ എന്ന പിതാവ് പറയുക. നിന്റെ യാത്രയുടെ അവസാന നിമിഷം, ഈ ആത്മീക ജീവിതത്തിൽ നിർവഹിച്ച കർമ്മത്തിന്റെ അവസാനത്തെ പടികളിൽ എത്തുമ്പോൾ, ക്രിസ്തു നിന്റെ കരങ്ങളിലേക്ക് പിടിക്കാൻ ആഗ്രഹിച്ച കരങ്ങൾ നീട്ടിവരുമ്പോൾ ചെറിയൊരു വ്യത്യാസത്തിൽ നീ ആ മുകളിൽ നിന്ന് താഴേക്ക് വീണുപോകുന്നു. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം പാലിക്കേണ്ട സൂക്ഷ്മതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ആത്മീക ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കേണ്ട പുതുക്കത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞത് വിവേകവും നിഷ്കളങ്കതയുമായി ബന്ധപ്പെട്ടാണ്. എപ്പോഴും നിഷ്കളങ്കരാവാൻ ആകാശത്തിലേക്ക് മാത്രം നോക്കി നമുക്ക് ജീവിക്കാനാവില്ല. അത് കേവലം ദൈവഭക്തിയുടെ അന്ധമായ ചില അനുകരണങ്ങൾ മാത്രമാണ്. ദൈവത്തെ അയാൾക്ക് തേടാനാവില്ല. ഒരേ സമയം പാമ്പിനെ പോലെ ഈ ഭൂമിയിൽ, ഈ മണ്ണിലിഴയാൻ, അതേ സമയം തന്റെ ജീവിതത്തിന്റെ ചിറകുകൾ മുളച്ച് സ്വർഗത്തോളം തന്റെ കൂടുകളെ വെക്കുവാൻ, ഉയരാനുള്ള ആത്മീകമായ ശക്തിയും ബലവും പ്രാപിച്ച് ഉയർന്നു പറക്കാനുള്ള ഇച്ഛാശക്തിയും ബലവും രണ്ടും കൂടിച്ചേരുമ്പോഴേ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായ ഒരു യൗവനമാക്കി മാറ്റാൻ നമുക്ക് കഴിയുകയുള്ളൂ. പാപം എപ്പോഴും തഴമ്പിച്ചു പോകുന്ന ഒന്നാണ്. ഗൾഫിലെങ്ങാണ്ട് പണ്ട് നടന്ന ഒരു കാര്യം പറയുക. ഒരു മനുഷ്യൻ മോഷ്ടിച്ചത്രേ. നിങ്ങളെ എന്നേക്കാൾ ഇവിടുത്തെ നിയമവും സംവിധാനം അറിയാവുന്നത് നിങ്ങളായതുകൊണ്ട് ഒരുപക്ഷെ എന്നെ നിങ്ങൾ ചോദ്യം ചെയ്തൊക്കെ എങ്കിൽ കഥയായി മാത്രം എടുത്താൽ മതി. വലത്ത് കൈ കൊണ്ട് മോഷ്ടിച്ചു. ഒരാളുടെ സ്വർണ്ണമാല പറിച്ചെടുത്ത് അയാളെ ന്യായം വിധിച്ച് ഏത് കരം കൊണ്ടാണോ തെറ്റ് ചെയ്തത് ആ കരം ഛേദിച്ചു കളയാൻ ന്യായാധിപൻ ഉത്തരവിട്ടു. ആ കരം ഛേദിച്ചു കളഞ്ഞു. പിന്നെയും അയാൾ കുറെ കാലമായി ജയിൽ മോചിതനായി ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ രണ്ടാമതും അയാൾ മോഷ്ടിച്ചു. രണ്ടാം തവണ അയാളെ ന്യായാധിപൻ വിസ്താരം ചെയ്യാണ്. നിങ്ങൾ മോഷ്ടിച്ചു. ഏത് കരം കൊണ്ടാണ് മോഷ്ടിച്ചത്? ആദ്യ പ്രാവശ്യം വലം കൈകൊണ്ട്, ഇപ്രാവശ്യവും ഞാൻ വലം കൈകൊണ്ട് തന്നെ. ന്യായാധിപൻ ഉത്തരവിട്ടു, അവന്റെ വലം കൈ ഛേദിക്കുക. ആ മുറുക്കിയിരുന്ന ബോൾട്ട് പയ്യെ അടിച്ചിട്ട് അയാൾ ന്യായാധിപന്റെ കൈയെടുത്ത് കൊടുത്ത് പിടിച്ചോളാൻ പറഞ്ഞു. ഏത് പാവം ആദ്യം നമ്മെ വേദനിപ്പിക്കത്തുള്ളൂ? നിങ്ങൾ നോക്കിക്കൊള്ളൂ. ആദ്യം നിങ്ങൾ മദ്യപിച്ച നിമിഷം വല്ലാത്ത കുറ്റബോധം ഉണ്ടായില്ലേ? ജഡികാസക്തിയിലേക്ക് നിങ്ങൾ മയങ്ങിപ്പോയ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ വല്ലാത്തൊരു കുറ്റബോധം അനുഭവിച്ചില്ലേ? ദാമ്പത്യ ജീവിതത്തിൽ ആദ്യം വഴക്കിട്ടപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറ്റബോധം ഉണ്ടായില്ലേ? ആദ്യമായി നിങ്ങൾ മനഃപൂർവ്വമായി പ്രാർത്ഥന വിട്ടുകളഞ്ഞപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറ്റബോധം ഉണ്ടായില്ലേ? രണ്ടാം പ്രാവശ്യവും മൂന്നാം പ്രാവശ്യവും നമ്മുടെ ജീവിതത്തിന്റെ ശീലവും തഴക്കവുമായത് മാറുകയാണ്. പാപത്തിന്റെ ഒരു പ്രത്യേകത അതാ. ഇതാദ്യം വേദനിപ്പിക്കും നമ്മെ. പിന്നെ അത് വല്ലാത്ത നമ്മുടെ ശീലങ്ങളിലേക്ക് നമ്മെ എത്തിക്കും. ശീലമായി മാറരുത് പാപം. ഏത് പാപവും നമ്മുടെ ജീവിതത്തിൽ ആദ്യം നമ്മെ വേദനിപ്പിക്കുന്നു. പിന്നീട് ഈ കൈ ഇങ്ങനെ എടുത്ത് ന്യായാധിപന്റെ കയ്യിലിട്ട് കൊടുക്കുന്ന അത്രയും ലാഘവ ആ പാപത്തെക്കുറിച്ച് തോന്നും. ആദ്യത്തെ പ്രാവശ്യം അയാൾ നൊമ്പരപ്പെട്ടു വല്ലാതെ. കാരണം അയാളുടെ കൈ ഛേദിക്കപ്പെട്ടതാണ്. വേറെ നൊമ്പരം അയാൾ അനുഭവിച്ചു ആ തെറ്റിനു വേണ്ടി. രണ്ടാം പ്രാവശ്യം അയാൾക്കൊരു വെപ്പ് കൈ അഴിച്ചു കൊടുക്കാൻ കഴിയുന്നത് വളരെ ലാഘവത്തോടെയാണ്. ജീവിതത്തിൽ ആവർത്തിക്കുന്ന തെറ്റുകൾ, ആവർത്തിക്കുന്ന വീഴ്ചകൾ, ആദ്യം കുറ്റബോധത്തിൽ നീറിയ നിന്റെ ജീവിതത്തിന്റെ ദൈവഹിതമല്ലാത്ത ചെയ്തികൾ നിന്നെ തകർത്തപ്പോൾ വീണ്ടും നിന്റെ ജീവിതത്തിൽ പാപങ്ങൾ ശീലമായി മാറിയിട്ടുണ്ടെങ്കിൽ ഒരു നിഷ്കളങ്കതയിലേക്ക് മടങ്ങി വരിക. ഒരു പ്രാവിന്റെ നിഷ്കളങ്കതയിലേക്ക്. നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമാക്കാൻ ഈ രണ്ട് പദങ്ങൾ മതി. പാമ്പിന്റെ വിവേകവും പ്രാവിന്റെ നിഷ്കളങ്കതയും.
രണ്ടുമുള്ള മനുഷ്യൻ, രണ്ടുമുള്ള ഒരു യുവാവിനോ യുവതിക്കോ ജീവിതത്തിൽ പരാജയപ്പെടാൻ പറ്റില്ല. കാരണം ദൈവം നൽകുന്ന ബലം അവരുടെ ജീവിതത്തോടൊപ്പമുണ്ട്. വിവേകപൂർണമായി തന്റെ വഴികളെ കാണാൻ, നിഷ്കളങ്കതയോടെ തന്റെ ജീവിതത്തെ സമീപിക്കാൻ ഒരാൾക്ക് നൽകുന്ന ഊർജമാണ്. ആ ഊർജത്തിലേക്ക് മടങ്ങി വരണം. 8:30 എനിക്ക് അനുവദിച്ച സമയം. ഇപ്പോൾ കൃത്യം പ്രാദേശിക വാർത്ത വായിക്കുന്ന ആളുപോലും അത് പറയും. 8:30 ഞാൻ ഉപസംഹരിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ, ദൈവത്തിനായി നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാൻ, നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി മാറ്റാൻ ആ പാമ്പിന്റെ വിവേകം. പിന്മാറേണ്ടപ്പോൾ പിന്മാറണം അപകടത്തിൽ നിന്ന്. ജാഗ്രത പുലർത്തേണ്ടപ്പോൾ ജീവിതത്തിൽ ജാഗ്രത പുലർത്തണം. ആകാശത്തിലേക്ക് ചിറകടിക്കാൻ സമയമാകുമ്പോൾ ഉയരങ്ങളിൽ പറക്കണം. നിഷ്കളങ്കതയും വിവേകവും നമ്മുടെ യൗവനങ്ങളെ അർത്ഥപൂർണമാക്കി മാറ്റുകയും ഈ കുംഭസാരത്തിന്റെ നിമിഷങ്ങൾ വിവേകപൂർവ്വം ദൈവസന്നിധിയിൽ ജീവിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും നഷ്ടപ്പെട്ട നൈർമല്യത്തിലേക്കും മടങ്ങി വരാനുള്ള ഒരു ആത്മീകമായ ഊർജം മടക്കിക്കൊണ്ടുവരുന്ന ഒരു വലിയ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളായി മാറട്ടെന്ന് ഓർമ്മിപ്പിച്ച വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.